മുഖ്യ പ്രഭാഷണത്തിനായി ഗോവിന്ദരായ ചേച്ചിയുടെ ആദരവുകൾ ക്ഷണിച്ചു. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. بسم الله خير الأسماء في الأرض والسماء. الحمد لله. أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق. والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين به والله أما بعد. മഗ്‌രിബിന് ഏതാനും അടുത്തതുകൊണ്ട് ഒരു ചെറിയ തോതിൽ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് സ്വാഗത പ്രസംഗത്തിൽ നിന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുമെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നത്, അതായത് സമസ്തയുടെ 85ാം ലോകത്തെവിടെയും പരിചയമുള്ള വാചകമാണ് സമസ്ത എന്ന് പറയുന്നത്. ഞാൻ ഓതിക്കേൾപ്പിച്ചായിട്ട് اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്നായ പരിശുദ്ധ ഖുർആനിൽ ഏതാനും അവസാനം നടത്തപ്പെട്ടായതാണ്. അതിന്റെ ശേഷം നിയമങ്ങളൊന്നും വന്നിട്ടില്ല. അതോടുകൂടെ എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു. ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ വെള്ളിയാഴ്ച സമയത്ത് അസർ നമസ്കാരത്തിന്റെ ശേഷമാണ് ഈ ആയത്ത്. ഇത് ചുരുക്കാർത്ഥം അൽ യൗമ ഇന്ന് തങ്ങൾ അറഫയിൽ സമ്മേളിച്ച ഈ സന്ദർഭത്തിൽ അക്മൽതു ലക്കും ദീനക്കും നിങ്ങൾക്കുള്ള ദീൻ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി എന്റെ നിഅമത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിപൂർണമാക്കിയിട്ടുണ്ട്. റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ ദീനുൽ ഇസ്ലാം ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കസാരം. അത് ദീൻ പൂർത്തീകരിച്ചു എന്ന വാക്കിനോട് തന്നെ എല്ലാ നിയമങ്ങളും അങ്ങനെ പരിപൂർണമാക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ ഇതിന്റെ ശേഷം ഒരു നിയമവും ഏറ്റവും അവസാനം നടക്കപ്പെട്ട ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യuzലമൂൻ എന്ന ആയത്താണ് ഏറ്റവും അവസാനം നടക്കപ്പെട്ടത്. ഇതിന് ശേഷം പിന്നെ ഒരായത്തും നടക്കപ്പെട്ടു. അതിന്റെ അർത്ഥം വത്തഖൂ യൗമൻ നിങ്ങളൊക്കെ സൂക്ഷിച്ചോളി ഒരു ദിവസത്തെ. ഇത് താക്കീതായിക്കൊണ്ടും ഗൗരവസവത്തിലുമാണ് ഖുർആന്റെ അവസാനത്തെ വാക്യം ആയത്തായതുകൊണ്ട് വളരെ ഗാംഭീര്യമുള്ളതായിരിക്കും. ഏവർക്കും ചിന്തിക്കാൻ മനസ്സിലാവുന്ന ഒന്നാണ്. വത്തഖൂ യൗമൻ
ഒരു ദിവസം സൂക്ഷിച്ച് നടക്കലാണ് നിങ്ങൾക്ക് നല്ലത്. തൂർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെ റബ്ബിലേക്ക് ആ ദിവസത്തിൽ നടക്കപ്പെടും. അങ്ങനത്തെ ഒരു ദിവസം കാത്തു സൂക്ഷിക്കണം. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, അന്ന് നിങ്ങൾക്കുള്ള ഓരോ പ്രവർത്തനത്തിന്റെയും പ്രതിഫലം ഗുണമാവട്ടെ ദോഷമാവട്ടെ അത് പൂർത്തീകരിക്കപ്പെടും, നൽകപ്പെടും. വഹും ലാ യുലമൂൻ, ആരെയും ആക്രമിക്കപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ വാക്യം ലാ യുലമൂൻ, ഏറ്റവും ആദ്യത്തെ വാക്യം ഇഖ്റഅ. ബഹുമാനപ്പെട്ട ദീനിന്റെ സുന്ദരമായ രൂപം ഈ രണ്ട് വാക്കുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഇൽമിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം തന്നെ പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. ഈ ദീനിൽ ഒരാളെയും ആക്രമിക്കപ്പെടുകയില്ല. അനീതിയും അക്രമവും തീവ്രവാദവും ഭീകരവാദവും ദീനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയത്തിന്റെ സമാധാനം. അപ്പൊ ഒരു ദിവസം അത് സൂക്ഷിച്ച് നടന്നുകൊള്ളി. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അത് ഈ 23 കാലങ്ങൾ കൊല്ലത്തിനിടയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൂക്ഷിച്ച് നടക്കേണ്ടത് അതെങ്ങനെയൊക്കെയാണ് എന്നതിൽ ഇവിടെ ഇടക്കാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ദീനിൽ എങ്ങനെയാണ് നടക്കേണ്ടത്, അതിന്റെ യഥാർത്ഥ രീതിയുണ്ട് എന്നതിൽ 19 കൊല്ലത്തിന്റെ ശേഷം ഒരു 19 കൊല്ലത്തിന്റെ മുമ്പായി നമ്മുടെ കേരളക്കരയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ദീൻ, അതല്ല അങ്ങനെയാണ്, അതല്ല മറ്റേ നിലക്കാണ്, ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളക്കരയിലും ഒരു 85 കൊല്ലം മുമ്പ് വന്നു. അതിന്റെ മുമ്പ് പല നാടുകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനി രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെയാണ് നടക്കേണ്ടത് എന്നൊരു കൂട്ടർ, മറ്റൊരു കൂട്ടർ ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ ദീൻ. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല നാടുകളിലും മാധ്യമമായി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൽ വളരെ കുന്നലക്ക് താമസിച്ചുകൊണ്ടാണ് അങ്ങനെ വരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല നിലക്കും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ഹദീസുകൾ നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഹദീസ് തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഒരു വര വരച്ചു. സത്തൻ, ഒരു നേർവര. പിന്നെ തങ്ങൾ പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്, ഇതാണ് യഥാർത്ഥ വഴി. ആ നേർവരന്റെ രണ്ട് സൈഡിലും വലഭാഗത്തും ഇടഭാഗത്തുമായി പല ജാതി വരകളും വരച്ചു. വഖാല ഹാദിഹി സുബുലുൻ, ഇത് മറ്റു ചില മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ മിന്നാ ശൈത്താൻ, ഓരോ മാർഗത്തിലും ശൈത്താനുണ്ട്. അങ്ങനത്തെ മറ്റു ചില മാർഗങ്ങളാണ് ഈ യഥാർത്ഥ വരന്റെ രണ്ട് സൈഡിലും വരക്കപ്പെട്ട വരകൾ. ഇലൈഹി, ആ ശൈത്താൻ ആ വിഷയത്തിലേക്ക് അവരെ ക്ഷണിക്കും. ആ ഓരോ വഴിയിലും ശൈത്താനുണ്ട്. ആ ശൈത്താൻ ഏർപ്പാട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. അപ്പൊ ധാരാളം ഭിന്നിപ്പുകൾ വരുമെന്ന് വരച്ചുകൊണ്ട് തന്നെ ഉണ്ണിയജി പറയും. ആ നേർവര ഏത്? അത് ഞങ്ങളാണെന്ന് പറയുന്ന പാർട്ടി, അതല്ല ഞങ്ങളാണെന്ന് പറയുന്ന പാർട്ടി, ഇങ്ങനെയുള്ള വലിയ അഭിപ്രായ വ്യത്യാസം വഴക്കം വന്നപ്പോൾ അതിന്റെ യഥാർത്ഥ രീതി ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ മനസ്സിലാക്കി കൊടുക്കാൻ മറ്റുള്ളവരുടെ വാദങ്ങളെല്ലാം ഗണ്ണിച്ചുകൊണ്ട് അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്
ഇവിടെ പ്രവർത്തിക്കേണ്ട ഒരു കടമ ഒരു 85 കൊല്ലം മുമ്പ് അഞ്ചാതാണ്. അങ്ങനെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചുകൊണ്ട് ആ നേർവര ഇതാണ്. ആ നേർവരന്റെ വ്യാഖ്യാനമാണ് മുൻഗാമികളായിരിക്കുന്ന ഇസ്ലാമിലേക്ക് കാലേ കുത്തി കടന്നു വന്ന മഹാന്മാർ ആരാണ്? മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീന അൻസാർ അഥവാ സഹാബത്ത്, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരോട് പിൻപറ്റി നടക്കുന്നവരും, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു തആല അവരെ തൊട്ടും അല്ലാഹു തആലാനെ തൊട്ട് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തിൽ പറഞ്ഞ ആ നേർവര ഏത് എന്നിവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഘട്ടമുണ്ട്. മുൻഗാമികളായ മഹാന്മാർ പറഞ്ഞതിലൊക്കെ എതിർക്കുന്ന ഒരു പാർട്ടി ഇവിടെ വരുമെന്നും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മൻ യഅ്ശു മിൻകും ബഅദി, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം ഭിന്നിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീൻ, എന്റെ ചര്യ, എന്റെ സഹാബത്തിന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. പെരുംപിടുത്തം ഉള്ള ശക്തിയായ നിലക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടും ഒരറ്റം പിടിച്ചുകൊണ്ടും നിങ്ങൾ നിലനിൽക്കണം. വെറും കടിച്ചു പിടിച്ചാൽ തെറിച്ചു പോകും. വെറും കൈകൊണ്ട് പിടിച്ചാൽ പിടുത്തം വിട്ടുപോകും. കാരണം ഈ എതിർ കക്ഷികൾ പല പാർട്ടികളും വളരെ ശക്തിയായിട്ടുള്ള പ്രവർത്തനം വരും. അത് പിടിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ വളരെ ശക്തിയായിട്ട് പിടിക്കണം. ആ കയറി, ആ സുന്ദര്യമായിട്ടുള്ള കയറി ഒരു തല പിടിച്ച് മറ്റേ തല കടിക്കണം. ആ നിലയ്ക്ക് മുട്ടോണം. തമസ്സകൂ ബിഹാ വഅഉ അലൈഹാ ബിന്നവാജിദ്, ആ ചര്യ നിങ്ങൾ കൈകൊണ്ട് പിടിക്കണം. അതിനെ മറ്റേ അറ്റം കടിച്ച് പിടിക്കണം. അപ്പൊ ഒരറ്റം കടിച്ച് മറ്റേ അറ്റം കൈകൊണ്ട് പിടിച്ചു നോക്കണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ട്. ഇങ്ങനത്തെ ഘട്ടം നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആ നേർവര ഏത്, ഇതിന്റെ സൈഡുകളിൽ വരച്ച വരകൾ, ചെയ്യിക്കാനുള്ള വരകൾ ഏത്, മുൻഗാമികളായ മഹാന്മാരുടെ വഴി ഏത് എന്നൊക്കെ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാം. അപ്പൊ അവരെ മേലില് ശാപമുണ്ടാവട്ടെ, വലിയ ഭയങ്കരമാണ്. അല്ലാഹുവിന്റെ മലക്കുകളിൽ ഇബ്ലീസിന് പറയുന്നൊരു വാക്കാണ് ലഅനത്തുല്ലാഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവരുടെ ശാപമുണ്ടാകും. ബിദ്അഈ പ്രസ്ഥാനം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഉലമാവിന് വമ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ഇവിടെയുള്ള മുഅ്മിനീങ്ങൾക്കുള്ള ഈമാൻ അമല് സംരക്ഷിക്കൽ എന്ന കടമ അത് ഉലമാവിനെ സാധിക്കും. ആ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സംഘടന രൂപീകരിച്ചതെന്ന് പലവരും നിങ്ങൾ കേട്ടതാണ്. ഉണ്ടി എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത പറയാനുള്ള കുടിക്കിറത്ത് പഠിക്കുന്നത് ഓർമ്മിക്കുക എന്നതാണ് ഇതിന്റെ മേൽ. ഈമാൻ തന്നെ പല ജാതിയുണ്ട്. ഒരു ശൈഖുകളുടെ ഈമാൻ 5 ഭാഗമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഈമാനും മഖ്ബൂൽ, ഒന്ന് മഖ്ബൂആയ ഈമാൻ, മറ്റൊന്ന് ഈമാനും മഖ്ബൂൽ, ഈമാനും മഅ്സൂം, അങ്ങനെ 3 എണ്ണം. ഈമാനും മൗഖൂഫ്, ഈമാനും മർദൂദ്, ഇങ്ങനെ 5 ഗ്രൂപ്പായി ഈമാൻ ഉണ്ട് എന്ന് മഹാന്മാർ. ഏതെല്ലാമാണ് ആ ഈമാൻ
എന്ന് വിശദീകരിച്ച് കൊടുക്കൽ പണ്ഡിതന്മാർക്ക് മാത്രമേ കഴിയൂ. അതിനുവേണ്ടിയാണ് സമസ്തയായ ജമിയത്തുൽ-ഉലമ ഇവിടെ രൂപീകരിച്ചത്. ഒന്നാമത്തത് മത്ബൂഅ ഈമാൻ. മകരനമസ്കാരത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉദ്ഘാടകരുടെ പ്രസംഗം നിർത്തിയിരിക്കുകയാണ്. വേഗം പൂർവ്വർക്ക് വിസ്തരിച്ചവരുടെ വന്നതിന് ശേഷം നമുക്ക് സംസാരം നൽകുക. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بهم أما بعد فأوصيكم أولا بالله. പ്രിയമുള്ള നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരന്മാർ, അല്പം ചില വാക്കുകളും കൂടി സംസാരിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുകയും മറ്റ് നേതാക്കളും മഹൽ വ്യക്തികളൊക്കെ ഇത് സംബന്ധമായി നിങ്ങളെ അറിയിക്കുകയും ബോധവാന്മാരാക്കുകയും ചെയ്യുന്നതാണ്. വളരെ നീണ്ടു പോകണ്ടെന്ന് പറയാൻ കാരണം പ്രചരണ യോഗമാണല്ലോ നാം ഇവിടെ നടത്തുന്നത്. വരാനിരിക്കുന്ന സമസ്തയുടെ 85-ാം വാർഷിക പ്രചരണമാണ്. അപ്പോൾ വളരെയധികം നീട്ടി പോകേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് എല്ലാ നേതാക്കന്മാരും അല്പസ്വല്പനോട് സംസാരിക്കണം. ഞാൻ സംസാരിച്ച് വെച്ചത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേക്കുന്നത്. നമ്മുടെ റئീസുമാര് നമ്മളെ യഥാർത്ഥ സമ്പത്ത് ഈമാൻ പോയാൽ പണി കഴിഞ്ഞു, കാലാകാലം നഷ്ടത്തിലായി. ഈമാനി വിഷയത്തിലുള്ള കളികളാണ് സുന്നത്തിയമായിട്ടും എതിർകക്ഷികളും തമ്മിൽ നടക്കുന്നത്. അത് തുടങ്ങിയപ്പോൾ തന്നെ ആ കളി നടത്തിയാൽ പറ്റുകയില്ല. യഥാർത്ഥ ഈമാൻ ഏത്, പിഴച്ച ഈമാൻ ഏത് എന്ന് നിർബന്ധമായും പൊതുജനങ്ങളെ അറിയിക്കേണ്ട സന്ദർഭത്തിൽ നമ്മുടെ നേതാക്കന്മാർ അത് അറിയിച്ചു സംഘടിതമായി ആ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് കൂടുതൽ ഫലവത്താവുകയും ചെയ്തു. കാരണം വിദഗ്ധ പ്രസ്ഥാനക്കാര് നമ്മളെ മുമ്പ് തന്നെ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പ്രവർത്തിച്ച് 85 കൊല്ലത്തിൽ പരം പോലും പ്രവർത്തിച്ചു. പക്ഷേ കാര്യമായിട്ട് സുന്നത്തിയമായത്തിനവിടുന്ന് മായ്ച്ചു കളയാൻ, അല്ലെങ്കിൽ സുന്നത്തിയമായത്തിന് ക്ഷീണം പറ്റിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം സമസ്തയുടെ ജമിയത്തുൽ-ഉലമ നമ്മുടെ നേതാക്കന്മാർ ഉചിതമായ സമയത്ത് ഇവിടെ സ്ഥാപിച്ചത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ ഈമാൻ കളിയായതുകൊണ്ട് ശരിയായ ഈമാൻ ഏത്, എല്ലാത്തതും എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഈമാൻ 5 മൂക്കുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഈമാനും മഖ്ബൂല്, മറ്റൊന്ന് ഈമാനും മഖ്ബൂല്, മറ്റൊന്ന് ഈമാനും മഅ്സൂം, മറ്റൊന്ന് ഈമാനും മൗഖൂഫ്, മറ്റൊന്ന് ഈമാനും മർഫൂ. ഇങ്ങനെ 5 സൈസ് ഈമാനുകളുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മത്ബൂഅ ഈമാൻ അത് മലായികത്തിന്റെ ഈമാനാണ്. ഓലെ അങ്ങനെ യഥാർത്ഥ ഈമാനിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് അങ്ങനെ ഊട്ടിയുറപ്പിക്കപ്പെട്ടവരാണ്. ഇവിടെ പ്രകൃതിയിൽ തന്നെ ഈമാൻ ഊട്ടപ്പെട്ടവരാണ്. അതാണ് ഈമാനും മഖ്ബൂൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈമാനും മഅ്സൂം, അമ്പിയാക്കന്മാരുടെ ഈമാൻ. മലായികത്തിന് തീനും കുടിയും മലമൂത്ര വിസർജന അമ്പായിട്ടൊന്നുമില്ല. ഓല ഈമാൻ ഓലെ പ്രകൃതിയിൽ തന്നെ ഊട്ടപ്പെട്ടത്. അമ്പിയാക്കന്മാര് മനുഷ്യന്മാർ, പക്ഷേ അവർക്ക് നൽകപ്പെട്ട ഈമാൻ മഅ്സൂമായ ഈമാൻ, തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്ന് വരൂല. ഇതാണ് ഈമാനും മഅ്സൂം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം.
മറ്റൊന്ന് ഈമാനുൽ മഖ്ബൂൽ, സ്വീകാര്യമായ ഈമാൻ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഈമാൻ. അതാണ് ഒരു വര നേർക്ക് വരച്ചു, ആ വരയുടെ വിശ്വാസപ്രകാരമുള്ള ഈമാൻ. അതാണ് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ആ പിൻപറ്റിപ്പോരുന്ന ഈമാൻ. ഇങ്ങനെ സലഫിന്റെ മഹാന്മാരെ ഈമാൻ എങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഉലമാവിനത് കഴിയും. അങ്ങനെയുള്ള ആ ഈമാൻ, അതാണ് ഈമാനുൽ മഖ്ബൂൽ. പിന്നെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും ആ ഈമാൻ ഉണ്ടായാലും. മറ്റൊരു മലായിക്കത്തിനെ പറ്റിയോ അമ്പിയാക്കന്മാരെ പറ്റിയോ പറയേണ്ട അവരെ ഈമാൻ ഹൈ പവറുള്ള ഈമാനാണ്. നമുക്ക് ഈമാൻ മഖ്ബൂലായ ഈമാൻ ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അത് മുത്തതിയും നമ്മളുള്ള കാര്യമായ കളി ഐമലാണ്. ഈമാൻ ഐമലാണ് തർക്കം. മറ്റേ ഈമാനാണ് ഈമാനും മൗഖൂഫ്, പെൻഡിങ്ങിലൊക്കെ പെട്ട ഈമാൻ. അത് ഈമാനുൽ മുബ്തദിഅ എന്ന് മഹാന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഈമാനുൽ മൗഖൂഫ്, പെൻഡിങ്ങിൽ വെച്ച ഈമാൻ, അത് മുബ്തദിഅ ഈമാൻ. ഒരു നന്നായി എന്നാൽ കഴിച്ചിടാൻ കഴിയും, ഇല്ലേ കഴിച്ചിടാൻ കഴിയും. അതാണ് പുണ്യ നബി പറഞ്ഞത്, കുല്ലുഹും ഫിന്നാർ. ഇത് ഖാലിദാവട്ടെ ഖാലിദാവാതിരിക്കട്ടെ, അത് രണ്ട് സൈസായിട്ട് വരും. കുലൂന നരകത്തിൽ. എന്നാ ഈ 73 സംഘവും കാഫറാണോ? ഒന്നായിട്ടൊരു കാഫറാന്ന് പറയാൻ പറ്റില്ല. കാരണം കുല്ലുഹും ഫിന്നാർ, കുല്ലുഹും ഫിന്നാർ. ആ 72 സംഘം മുഴുവനും നരകത്തിലാണ്. അത് കാഫറായ പാർട്ടിയുടെ ലാഭവും നരകത്തിലാണ് അവര് എന്ന് പുണ്യനബി എല്ലാരെ പറ്റിയും പറഞ്ഞു. അപ്പം മുബത്തദിയങ്ങൾ ഒന്നായി കാഫറാന്ന് പറയാൻ പറ്റുമോ? കാഫറാണ് യാതിയിലുണ്ട്, എല്ലാത്ത യാതിയും. പിന്നെ ഈ നരകത്തിലാണ് എല്ലാവരും എന്ന് പറഞ്ഞത് എന്താണ്? നാളെ ഉദാഹരണം, തറാവീഹ് 20 ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അത് 8 പറഞ്ഞുകൊണ്ട് അതിന് പണിയെടുക്കും. ആ തെറ്റായ വിഷയത്തിന്മേൽ അടിയുറച്ച് നിന്നതിന്റെ പേരിൽ അതിനവൻ നരകത്തിലാണ്. പ്രായത്തിന്റെ പറയാനില്ല, കാഫറായിട്ട് ഇല്ലാത്ത മുഖത്തതിയത് അവരൊക്കെ 72 കുല്ലും ഭിന്നാ എന്ന് പുണ്യനബി പറഞ്ഞത്. അപ്പൊ ആ തെറ്റായ വിശ്വാസം, സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ അവർ കൊണ്ടുവന്ന വിശ്വാസം, അതിനൊരു നരകത്ത് കിടക്കേണ്ടി വരും. എന്നല്ലാണ്ട് അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നരകത്ത് കിടക്കണ്ട. ഒരുപാട് കുറ്റം ചെയ്ത നരകത്തോളം ഒട്ടും ചെയ്ത കുറ്റങ്ങളൊന്നുമില്ല എന്നല്ല. ഈ വിശ്വാസമായ സംഗതി അത് കുട്ടിയത്ത് വരാത്ത വിശ്വാസമാണെങ്കിൽ, വിതറി വിശ്വാസമാണെങ്കിൽ അതിന്റെ പേരിൽ നരകത്ത് കിടക്കണം. ഉല്ലോം പിന്നാ ഇല്ലാമില്ലത്തം വാഹിദ. അപ്പം ഈമാനി കളിയാണ്. ഈമാൻ പോയാൽ പോയി, നമ്മളെ മുടക്ക്, നമ്മളെ വലസുമാല് അതാണ്. അപ്പം മുബ്തദിഅന്റെ ഈമാൻ അത് മൗഖൂഫായ ഈമാൻ, പെൻഡിങ്ങിൽ വെച്ച ഈമാൻ. അതിന്മേലൊരു അടിയോട്ട് നിന്നാൽ ഹദീസിലൊക്കെ പറയുന്നത് അത് കാരണമായി ഈമാൻ ഊരിപ്പോയിക്കും. അപ്പൊ സൂഖുൽ ഖാത്തിമത്ത് വരുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനം ചെയ്താൽ ഒരു കാഫറാന്നപ്പം പറയാം. കുറെ ഉണ്ട്. അങ്ങനെ തന്നെ നിലനിന്ന് പോന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ കൊണ്ട് ഈമാൻ ഊരിക്കളയും. അപ്പൊ ഈമാൻ ഊരിക്കളയുന്ന സൂഖുൽ ഖാത്തിമത്ത് വരുന്ന പ്രവർത്തനങ്ങൾ എന്ന് വിശദീകരിച്ചുകൊണ്ട് അക്കട്ടിട്ട് മഹാന്മാർ വിശദീകരിക്കുന്ന ഒന്ന്, അതിൽ നമ്പർ 1 പറഞ്ഞത് ആ തഹാവുൽ ബിസ്സല, നിസ്കാരം കൊണ്ടുള്ള അശ്രദ്ധ. നിസ്കാരം വലിയൊരു ഇബാദത്താണ്, അത് ഛർദ്ദിക്കപ്പെടാതെ, അത് ഖളാഅക്കലിനും അത് ഒഴിവാക്കലൊരു പ്രശ്നമില്ല.
ആ നിലക്ക് ഇങ്ങനെ പോന്നാൽ നിസ്കാരം ഒഴിവാക്കിയിട്ടിട്ട് കാഫറാവെന്ന് പറഞ്ഞുകൂടാ. ഏതായാലും പക്ഷെ അങ്ങനെ പോന്നു അവസാനം എത്തിയാൽ അവന്റെ ഈമാൻ ഊരി കളയും. ചില സമയത്ത് ഇതിന്റെ ലക്ഷണങ്ങൾ അതാണ് സൂഖുൽ ഖാത്തിമത്ത് വരുന്ന ഒരു കാര്യം. നമ്മളൊക്കെ വളരെയധികം ഗൗരവത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ കാലത്തിനെ പറ്റിയൊക്കെ വളരെ ശ്രദ്ധിക്കണം. സൂഖുൽ ഖാത്തിമത്ത് വരാൻ അവകാശപ്പെട്ട അമലാണ്. ഈമാൻ ഊരിപ്പോയിപ്പോഴും അവസാനം പണി ചെയ്യുകയാകുമ്പോൾ അത് പ്രകാരം തന്നെ എണ്ണിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ള ആളാണ്. ഓൻ അതിനെപ്പറ്റി ഒരു ശബ്ദയും കഴിയുന്നില്ല. അതുകൊണ്ട് കാഫിറാണെന്ന് അപപാട്ടുള്ള അങ്ങനെ അയിമൽ ഒച്ചൊന്ന് വേദിച്ച് മടങ്ങാൻ എങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അവന്റെ ഈമാൻ ഊരി അവൻ മരണപ്പെട്ടു പോകുമെന്ന് സൂഖുൽ ഖാത്തിമത്ത് വന്നു കളയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി. എന്നമാതിരി കുഫിയത്ത് വരാത്ത വിദ്യാർത്ഥി അയിമലിങ്ങനെ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവസാനം ഈമാൻ ഊരാൻ വളരെ അവകാശമുണ്ട്. അതിലേക്ക് സഹായമായി ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. യഖ്റുജു മിനൽ ഇസ്ലാം കമാ യഖ്റുജു ശഅറു മിനൽ ഹദീദ്. ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും, അവസാനം അത് മാവിൽ നിന്ന് മുടി ഊരുന്നത് പോലെ പുറത്തു പോയി പറയും. ചില വിദ്യാർത്ഥി കുഫിയത്ത് തന്നെ വരുന്ന വിദ്യാർത്ഥിയുണ്ട്. അതായത് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്തു, ഓറിയന്റേഷനെ വിളിച്ചു, ഇങ്ങനെയുള്ള മഹത്തുക്കളെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഇങ്ങനൊക്കെ ആയാൽ ആ മുസ്ലിമീങ്ങൾ ഒന്നായി കാഫറാന്ന് പറഞ്ഞാൽ പറയും. കാരണം ആ ജാതി മറ്റുള്ളവരെ കാഫറാക്കുകയാണെങ്കിൽ ഇവന്റെ കാര്യം അപകടമാണ്. ആ മുഖ്യങ്ങൾ പല ജാതിയുണ്ട്. ഏതായാലും കാഫറാകാത്ത വിധേയത്താണെങ്കിൽ അയിമൽ അടിയുറച്ചിങ്ങനെ പോവുകയാണെങ്കിൽ ഈമാൻ ഊരാൻ അവകാശമുണ്ട്. മറുദൂതായ ഈമാൻ എന്നല്ല, മൗഖൂഫായ ഈമാൻ കണ്ടിങ്ങിൽ നിർത്തണം. അതിന് ഒഴിഞ്ഞുണ്ടോ ഇല്ലേ? ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കാൻ അവകാശമുണ്ട്. മറ്റൊന്ന് ഈമാൻ മറുദൂ, തള്ളപ്പെട്ട ഈമാൻ അവന്റെ കരം തന്നെ ഉറപ്പാണ്. അതെന്താണ്? അത് മുനാഫിഖിന്റെ ഈമാൻ എന്നാണ് മഹാന്മാരതിന് ഉദാഹരണം കാട്ടുന്നത്. അത് മുനാഫിഖാണ്. അവൻ ഈമാനുണ്ട് എന്ന് അവന് പറഞ്ഞതിനെ പറ്റി പറയാം, പക്ഷെ മുനാഫിഖാണ്. അത് ഈമാനിൽ മറുദൂർ ഈമാനിൽ മുനാഫിഖ്. അപ്പൊ അങ്ങനെ ഈമാൻ പല ജാതി അയിമലാണ് ഈ കളി. അതങ്ങനെ കൗത്താൻ പറ്റില്ല. യഥാർത്ഥമായ അമല് അയിമലുമാണ് ഈ കളി. അപ്പൊ അങ്ങനെയുള്ള കളി കൗത്താൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കി ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഈമാനും അമലും കാര്യക്ഷമമായി സുന്നത്തിയമായത്തിന്റെ പേരിൽ ആക്കാൻ ബഹുമാനപ്പെട്ട സമർത്ഥവിടെ ഇല്ലെങ്കിൽ വളരെ അപകടം. അതിനു വേണ്ടിയാണ് സമസ്തയുടെ ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചത്. അവരിൽ കുറെ ആളുകൾ വളരെ ഗൗരവത്തിൽ അത് വാദിച്ചു. അങ്ങനെ മരിച്ചവരെ മരിച്ചവരെ മുഖ്യനെ ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാർ മുഴുവൻ ഇലാഹും വിശ്വസിക്കരുത്. ഇതാണ് സുന്നത്തിയമായിട്ടുണ്ട്. ഉത്സാൻ ആരോ ഉത്സാഹം ഓന് ഇലാഹിയായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെയും ശ്രമിക്കും. അതെല്ലാ നിലക്ക് വിളിച്ചാൽ അവന് സഹായിക്കാൻ കഴിയുമോ? ഓല വിഷയപ്രകാരം സഹായിക്കാൻ കഴിയാന്ന് നോക്കുക. മരിച്ചുപോയ മഹത്തുക്കൾക്ക് അവനെ വിളിച്ചതുകൊണ്ട് സഹായിക്കാൻ കഴിയില്ലാന്ന് വെച്ചാൽ എന്നാ പിന്നെ ആ പോയവരെ വിളിച്ചോൻ കാപ്പറാന്ന് പറയേണ്ട ആവശ്യമുണ്ട്, ചെറുക്കാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വിളിച്ചത് ഗർമ്മണി പോയി പറഞ്ഞ പോലെ കരിങ്കല്ലെ സഹായിക്കണം എന്ന് പറഞ്ഞു. അത് വെറുതെ.
കരിങ്കല്ലെ സഹായിക്കണമെന്ന് ഈ കരിങ്കല്ലോട് പറഞ്ഞാൽ ഈ കരിങ്കല്ല് ഇലാഹാണെന്ന് വിശ്വസിക്കാതെ ഒരുത്തൻ കരിങ്കല്ലെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മുശ്രിക്കാവില്ല. ഇലാഹും വിശ്വസിക്കുന്നില്ലല്ലോ. ഒരു ബെർമണി എടുക്കുമെന്ന് പറയും മേലേക്കാൽ എല്ലാം പറയുമ്പോൾ ഉലകപ്പാടെ മുശ്രിക്കാക്കാൻ പുറപ്പെട്ടാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ മുന്നിൽ വെച്ച് മുന്നിൽ വഫാത്തായപ്പോൾ മുഖത്തുള്ള മുഖം ഈ തുണികൾ നീക്കിയിട്ട് വാ സഫിയ വാ ഖലീല ഞാൻ വിളിച്ചതായി നിരവധി ഹദീസിലെ കിതാബ് രേഖപ്പെടുത്തി. നേരിട്ട് സംസാരിച്ചതായി ഇമാം ബുഖാരി തങ്ങൾ തന്നെ സഹീഹ് തെളിയിക്കുന്നു. വാ ഖലീല വാ സഫിയ എന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആളിയാളി ചിതയിൽ അല്ലാമ ഹസാരി തങ്ങൾ യഹിയായിൽ മവാഹിദ് ദുനിയൽ അല്ലാമ ഖസ്സലാനി തങ്ങൾ തുടങ്ങിയവരൊക്കെ പറയുന്നത് ബിദുത്തഹയ്യമോ മയ്യിത്ത അതാണ് ബുഖാരിയിലുള്ളത്. വൻഖതഇ മൗതിക മാ ലം യൻഖതി മൗതി അഹദിൻ മിൻ ഖബലിക തങ്ങളെ മുമ്പ് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാരോട് മരിച്ചുപോയിട്ടുണ്ട്. അന്നൊന്നും അറാത്തൊരു കരയിൽ മരിച്ചു കുഞ്ഞിനൊക്കെയാണ് മരിച്ചവരുടെ നബിയോട് പറയാതെ ആ സഹാബത്തിന്റെ മുന്നിൽ വെച്ചു. അതായത് ആ അമ്പിയാക്കന്മാരെ ശ്രദ്ധിക്കാൻ മൂസാ നബി മരിച്ചെന്ന് പോയിട്ടില്ല, നൂഹ് നബി മരിച്ചെന്ന് പോയിട്ടില്ല, ഈസാ നബിനെ ആകാശത്ത് ഉയർത്തന്നത് പോയിട്ടില്ല. തങ്ങളെ ഈ മരണം കൊണ്ട് അത് കഴിഞ്ഞു. അറാത്തൊരു കയറെത്തും നേരെ തങ്ങളോട് കിതാബിടാം ബിദുത്തഹയ്യമോ മയ്യിത്ത വൻഖതഇ മൗതിക മാ ലം യൻഖതി മൗതി അഹദിൻ മിൻ ഖബലിക. പിന്നെ പറഞ്ഞ മുഹമ്മദ് ഇൻദ റബ്ബിക റബ്ബിലേക്ക് ചെല്ലുമ്പോൾ നബിയെ ഞങ്ങളോട് കാണും, ഞങ്ങളെ കാര്യം ശ്രദ്ധിക്കണം. വല്ലക്കും മിൻ ബാലിക തങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് സഹാബത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്. ബുഖാരി മുതൽ ഓരോ വാചകങ്ങൾ മുഴുവൻ ഈ പറഞ്ഞത് ഞാൻ ഖൗലിയാൽ അല്ലാമ വസാരി അലിയാദിൽ മവാമിൽ ദുനിയൽ അല്ലാമ ഖസ്സലാനി പറഞ്ഞു. ബുഖാരികൾ അഖബഅലൈ തങ്ങൾ മോത്താണ് കടന്നു. ഫഖബ്ബലഹു ثم വഖാ മാറ്റി ഈ അഭിയന്ത ഓമിയാ നബിയല്ലാ നബി ബാബി ഞങ്ങൾക്ക് കണ്ടാണ്. ബിദുത്തഹയ്യമോ മയ്യിത്ത തങ്ങള് ഹയാത്തിനും മൗത്തിനും ഉയർന്നു പറഞ്ഞിട്ടാൽ ഒക്കെ ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത് ഇതിൽ മരിച്ചുപോയവരെ വിളിക്കലും അവരോട് സഹായം അഭ്യർത്ഥിക്കലുമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ തങ്ങളുടെ കിതാബ് തങ്ങളെ വിളിക്കൽ എല്ലാം ഇതൊക്കെ ചെയ്താൽ മുസ്ലിക്കാണ്, കാഫിറാണ്. എന്നാ പിന്നെ ഇവിടെ ലോകത്ത് വന്ന് എല്ലാ അമ്പിയാക്കന്മാരും സാധാരണ ആളും ചെയ്തതന്നെയാണ്. അങ്ങനെ ആവുമ്പോ ഇവിടെയുള്ള ആളുകൾ വന്ന് ശരിയാണ് മുഴുവൻ മുസ്ലിക്കാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് ഒരിഞ്ഞി വല്ലാഹി ഞാൻ അല്ലാഹുവിനെ സത്യം മാ അഖാഫു അലൈക്കും നിങ്ങളെ മേലേക്ക് യാതൊരു പേടിയില്ല അൻതുശ്രികൂ ബഅദി എന്റെ ശേഷം നിങ്ങൾ മുശ്രിക്കാവുമെന്ന് എനിക്ക് പേടില്ല. മഹാനായ നബി കരീം ഈ ബുദ്ധനാശയക്കാരിൽപ്പെട്ട കുറെ ആളുകൾ പറഞ്ഞനുസരിച്ച് ഇവിടെ പോലും മുഴങ്ങാം. തങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്റെ ശേഷം മുസ്ലിക്കൈക്കൊള്ള ഒരു പേടിയിരിക്കില്ല. ഒരാൾക്ക് നഹാഫു അലൈക്കും പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് ദുന്യാവിൽ പല നിലക്കും പല മേഖലയിലും ഭിന്നിച്ച് കുഴപ്പമുണ്ടാക്കി നിങ്ങൾ കിട്ടണ്ടോ. അതാച്ച് പേടി ഒരുപാട് മുസ്ലിക്കാവുന്ന ഒരു പേടിയിരിക്കില്ല. ഈ ഹദീസ് ഇമാം ബുഖാരി പല തവണ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്നദ് അഹ്മദിൽ ഇത് പല തവണ ഉദ്ധരിച്ചിട്ടുണ്ട്. പല ബാബുകളിലായി
ബുഖാരി 3-4 സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. എനിക്ക് നിന്റെ ശേഷങ്ങളൊക്കെ മുസ്ലിക്കാവുന്ന ഒരു പേടി, നിങ്ങൾ ദുനിയാവിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് അതിൽ കുഴക്കം കൂടിയിട്ട് വെല്ലുവിളിയും കുഴിമാലും ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെ പേടി എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. അപ്പൊ ഇങ്ങനെ ഉള്ള ശിർക്ക് ആക്കല്, കുഫറാക്കല്, ഇതൊക്കെ ഇവിടെ നടന്ന മറുപടിയുണ്ട്. ഈ സഹാബത്തും ഈ താബഈങ്ങളും ഈ അയിമത്തും മുൻകഴിഞ്ഞ മഹാന്മാരായ അമ്പിയാക്കന്മാർ ഒന്നും തന്നെയല്ലേ. ഒരു വഴീഫ എന്ന് പറയുന്നതല്ലേ, അവർക്ക് വഴീഫത്ത വഴീഫല്ലാതെ ഒഴിവാക്കി അവർക്ക് അറിയാം എന്താണ് പറയുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സമസ്ത ഇവിടെ നിലവന്നത്. മരിച്ചവർക്ക് കഴിവുണ്ടോ ചെയ്യാൻ നമ്മൾക്ക് കൃത്യമായിട്ട് പല കഴിവാണ് കൊടുക്കുന്നവരാണോ അയാത്തുകൾക്ക് കഴിവുണ്ടോ ഉണ്ട്. ആരാ വിട്ട് അല്ല വിട്ടു. മരിച്ചവർക്ക് കഴിവുണ്ടോ? വലിയ കഴിവുണ്ടെന്ന് ഞങ്ങളെ കൃത്യമായിട്ട് അവർക്ക് മരിച്ചവർക്ക് ഉള്ള കഴിവ് കൊടുക്കില്ല, മരിച്ചാത്തവർക്ക് കഴിവ് കൊടുക്കുന്നു. അങ്ങനെ ആയത്തിൽ അറിയിക്കുന്നു. എന്ന് മാത്രമല്ല, തെളിവുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം അതീതരമായിരുന്നു സക്കറാത്തിൽ കിടക്കുക. ഞങ്ങൾ ആദ്യ ഭാര്യ عن ابن عباس رضي الله عنه أن النبي صلى الله عليه وسلم قال لها خديجة قال لها يا خديجة خديجة إذا لقيت وأخواتك عند ചക്രവർത്തികൾ ചക്രവർത്തി ഞങ്ങളെ വയ്ക്കൊക്കെ വർവാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വയ്ക്കുണ്ടെങ്കിൽ 2 കിട്ടിയാൽ 2 പെണ്ണുങ്ങളെ പറ്റി ചക്രവർത്തികളോ 3 കിട്ടിയാലും അങ്ങനെ തന്നെ, 4 അങ്ങനെ തന്നെ ചക്രവർത്തികൾ. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ചക്രവർത്തികളെ നീ കണ്ട, അങ്ങനെ വർവാത്തിനെ കണ്ടാൽ നിന്റെ സലാം അവർക്ക് പറയണം. മരിച്ചാൽ കിടന്ന ഖദീജയുടെ അടുത്ത് കത്ത് കൊടുത്തേക്കാൻ. മരിച്ചാൽ കിടന്ന ഖദീജയോട് എന്റെ ചക്രവർത്തികളെ കണ്ടാൽ നിന്റെ സലാം പറഞ്ഞിട്ടുള്ളവരോട്. ചക്രവർത്തികൾ കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾക്കൊന്ന് പറവുമല്ലോ, അത് മുപ്പൊക്കെ. അപ്പം ഖദീജ കണ്ണൊഴിക്കുകയാണ്. അത് കഥ എന്റെ മുമ്പ് കൊണ്ടിട്ടില്ല. അതല്ല എന്റെ മുമ്പ് വെക്കിയിട്ട് അങ്ങനെ അതിന് ഒരാൾക്കില്ലാഹു ദർവജനി പക്ഷെ കൊട്ടും. ഇമ്രാന്റെ മകൾ മറിയമിനെ കൊട്ടും ഞാൻ സ്വർഗത്ത് വെച്ചു. മുസാഹിമിന്റെ മകൾ ആസിയെ, മൂസാനബിന്റെ സഹോദരി കുൽസും, ഇവരെ ഒക്കെ ഞാൻ കൊട്ടും. അവർക്ക് എന്റെ ചക്രവർത്തികളായി വരുന്നവരാണ്. ഇല്ല ഗുരു. അപ്പൊ ഓരെ കണ്ടാൽ സലാം പറഞ്ഞു. ഓരെ കണ്ട എന്റെ സലാം പറയണം. നിങ്ങളെ പുജാപ്പള സലാം വരേക്കും നിങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരോടത് പറഞ്ഞ് അതിജീവി വെക്കാനുള്ള അതിജീവിയോട് ഏൽപ്പിച്ചു വിടുകയാണ്. ഒന്ന് മരിച്ചു പോയാൽ ഓരെ കാണും ചെയ്യും, ഓരെ ഇത് ബന്ധപ്പെടും ചെയ്യും, സലാം ചെല്ലാൻ കഴിയും ചെയ്യും എന്നൊക്കെ എന്റെ അർത്ഥം. അപ്പൊ അതിനൊന്നും ഒരു വയസ്സില്ല. അങ്ങനത്തെ വിശ്വാസം. ആ ഹദീസ് തന്നെ പറയുന്നത് കമുലമീനതിജാലിക്കെത്തിയവൻ പുരുഷന്മാരും പാടാളുകൾ കമ്മിനിയുമാണ്. പുരുഷന്മാർ ഒരുപാട് ആളുകൾ, വലിയ വലിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വലായക്കുമുലമീനൻ നിസായില്ല അറുപാഴും പെണ്ണുങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഐ പവറുള്ള വനിതകൾ അത് നാലെണ്ണ. പെണ്ണുങ്ങൾ വലിയ കമാലത്തിൽ അധികം എണ്ണല്ല. പുരുഷന്മാർ ഒരുപാട് കാമിനികളാണ്. പെണ്ണുങ്ങളിൽ നിന്ന് ഏറ്റവും ഹൈ പവറുള്ളവർ 4 ആളാണ്. മറിയം എന്റെ ഇമ്രാൻ. ഒന്ന് ഇമ്രാന്റെ മകൾ മറിയം, ഖദീജത്ത് ബിൻത് ഖുവൈലിദിന്റെ മകൾ ഖദീജ, ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഫാത്തിമ, നാസി ബിൻത് മുഗാഹിം ഇംറാത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ
മുഗാഹിന്റെ മകൾ ആസിയ. ഇവരാണ് ഐ പവറുള്ള പെണ്ണുങ്ങൾ. മുഗഫിദ് വന്നത് വദായിൽ നടാടെ തന്നെ ആ പള്ളിയിലേക്ക് ഒരു പെണ്ണ് ജുമാക്ക് പോയി. ഒരു കബീസക്കുട്ടിയാണ് പെണ്ണ്. നടാടെ തന്നെ കേരളത്തിൽ മാലിക് ദീനാറും പാർട്ടി ഒരൊക്കെ പെണ്ണുങ്ങൾക്കൊന്നുമായിട്ട് പർവ്വത്തെ മുസ്ലിമായിട്ട് ഒരു പെണ്ണു പറ്റിയിട്ട് ഓരോ പള്ളിയൊക്കെ എടുക്കുന്നു. 12 പള്ളി ഏൽക്കുന്ന പോലെ കാര്യന്മാരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന ബാത്തിനിലെയോ ആഴ്ചയിലെയോ ഒന്നും വലിയ അപ്പോൾ നടാടെ തന്നെ കേരളത്തിൽ ഒരു കബീസക്കുട്ടി വദായി പള്ളിയിൽ ആദ്യം ഉണ്ടാക്കിയുണ്ട്. ധീരവലിക വഹാബി ഭയങ്കര കുഞ്ഞിനബി വന്ന് അതൊന്നും ധീരവലിതല്ല. ധീരവലിതകൾ 4 ആളാണ്. ഒന്ന് ആശീലി, ഒന്ന് പിന്നെ തങ്ങൾക്കുള്ള ഭാര്യ ഖദീജ, തങ്ങളുടെ മകൾ ഫാത്തിമ, ആസിയയുടെ ഇവരൊക്കെയാണ് ധീരവലിത. ആ ധീരവലിതകളൊന്നും കഴിയുകയില്ല. അതാണ് സുന്നത്തിയമായതിന്റെ ആശയം. ഇതൊക്കെ പറയണമെങ്കിൽ ഇടമാവ് സംഘടനയായിട്ടുണ്ടെന്ന് പറയണ്ടേ, അല്ലെ പൊതുജനങ്ങളൊക്കെ എത്തിയിരിക്കില്ല. ഇതിനു വേണ്ടിയാണ് ഈമാനും അമലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ സമസ്തയുടെ മുന്നേറ്റം ഉണ്ടാക്കിയത്. അപ്പൊ ദീനി വിഷയത്തിൽ സമസ്തന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. വേറെ പല പാർട്ടിയും വരും, പലരും വന്നിട്ടുണ്ട്, പല ജാതിയുണ്ട്. ഇതൊക്കെ പിന്നാലെ പോവുകയാണെങ്കിൽ കൊണ്ടുപോകും. നേതാക്കന്മാർ, അംഗീകരിക്കപ്പെടുന്ന നേതാക്കന്മാർ, അടുത്ത നല്ല പോയട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള അറിവുകൊണ്ട് പോന്നിട്ട് ബഹുമാനപ്പെട്ട രാമാസ്തുതി തങ്ങൾ, ബഹുമാനപ്പെട്ട ശാരിയാത്തി തങ്ങൾ, ബഹുമാനപ്പെട്ട സംസ്കൃതമായ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട തള്ളി പുസ്തകങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ്, ബഹുമാനപ്പെട്ട വാണിയം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പോലത്തെ മഹാപണ്ഡിതന്മാരെ കാണിക്കുന്ന വേണ്ടി അവരാണ് സമസ്തയെ ശക്തിപ്പെടുത്തുകയും ഗതിപ്പെടുത്തുന്നത്. അത് നടക്കും. അതിനൊന്നും ഒഴിഞ്ഞിക്കാൻ നമുക്ക് കഴിയില്ല. അതിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനം നിങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാ സമയത്തും ഉണ്ടാവണം. ഈ മഹത്തായ യോഗം അത് വമ്പിച്ച് വിജയത്തിലായി നമുക്കൊക്കെ പങ്കെടുക്കാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറുപ്രസംഗം നിർത്തുകയാണ്. നിങ്ങളിൽ കൂടെ ഉപഭോക്താവ് സ്വീകരിച്ച് അമലാക്കി തീർക്കട്ടെ. ബഹുമാനപ്പെട്ട ഉന്നതീയമായത്തിന് സമസ്തക്ക് പ്രവർത്തിക്കാൻ നമുക്കെല്ലാം ദീർഘായുസ്സും കഴിവും പ്രദാനം ചെയ്യട്ടെ. ഈ മക്കൾ ദീർഘായുസ്സും ആഫിയത്തും നൽകിയതിന്റെ ശേഷം പാരംശത്തിൽ കലിമത്തുത്തോടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി ചെയ്തുകൊണ്ട് എത്താൻ ഞാൻ വിരമിക്കുന്നു. അടുത്ത നമ്മോട് പ്രസംഗിക്കാൻ വേണ്ടി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ബഹുമാനപ്പെട്ട കൂട്ടുമലത്തിന്റെ ബാബു ഹുസൈൻ ആദരവും അധ്യക്ഷനെ കൊണ്ട് ക്ഷണിച്ചു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأوصيكم بالله أولا بتقوى الله وما توفيقي إلا بالله عليه توكلت أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العظيم. ഏറ്റവും ആദരണീയനായ സമസ്തകാരോധനീയത്തിലുള്ള മുഖ്യ കാര്യദർശി ക്ഷേപണ ദർശനീയവരുടെ സമസ്തകാരുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ഉസ്താദ് KP അബ്ദുൽ മുസ്ലിയാർ അവരുടെ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കളെ,
സഹോദരന്മാര്, മുത്താലിമീങ്ങൾ, സമസ്ത കേരള ജമീയത്തുൽ-ഉലമയുടെ 85ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണ സമ്മേളനത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത്. 2012 ഫെബ്രുവരി 23, 24, 25, 26 എന്നീ തീയതികളിലായി മലപ്പുറം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വേങ്ങരക്കടുത്ത കൂലിയാട് എന്ന പ്രദേശത്താണ് നമ്മുടെ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമീയത്തുൽ-ഉലമയുടെ വാർഷിക സമ്മേളനങ്ങൾ അതിന്റെ തുടക്കം മുതൽക്ക് നിരവധി സമ്മേളനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആദ്യകാലത്ത് വലിയ വലിയ സമ്മേളനങ്ങളായിരുന്നു സമസ്ത കേരള ജമീയത്തുൽ-ഉലമയുടെ പണ്ഡിതന്മാർ ഇവിടെ നടത്തിയിരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി ഇവിടുത്തെ വിജയീ വിഭാഗക്കാർ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ തനിമകം പൊതുജനങ്ങൾക്ക് തുറന്നു കാട്ടിക്കൊടുത്തുകൊണ്ട് അവരുടെ ആശയങ്ങളുടെ പാപ്പരത്വം ഇവിടുത്തെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് വലിയ വലിയ സമ്മേളനങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. ഏകദേശം 4 നൂറ്റാണ്ട് സമസ്ത രൂപീകരിച്ചതിന് ശേഷം 4 നൂറ്റാണ്ട് കാലം സമ്മേളനങ്ങൾ തന്നെയായിരുന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ വലിയ വലിയ പൊതുസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വളരെ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വിവരിച്ചു കൊടുത്തുകൊണ്ടുള്ള സമ്മേളനങ്ങളാണ് അന്നൊക്കെ നടന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നിരവധി സമ്മേളനങ്ങൾ നടന്നു. ഇതുപോലുള്ള സമ്മേളനങ്ങൾ 60ാം വാർഷികം, 70ാം വാർഷികം ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്ന ഈ 85ാം വാർഷിക സമ്മേളനവും അതുപോലെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു സമ്മേളനമാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി തന്നു. പരിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സമസ്ത ഇവിടെ നിലവിൽ വന്നത്. അല്ലാഹുവിന്റെ ദീൻ ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും എടുത്തു പോകാൻ പാടില്ല. ലോകാവസാനം വരെ മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധ ദീൻ അതിന്റെ തനിമയോടെ, പഴമയോടെ, യാഥാർത്ഥ്യത്തോടെ അതിന്റെ സത്തയും സത്യവും നിലനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് നിലനിർത്തി പോരാൻ സാധിക്കണം. ആ മഹത്തായ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിലൂടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഇറങ്ങിയേ പറ്റൂ. കാരണം പണ്ഡിതന്മാരുടെ ചുമതല ഇത്തരം വിജയീ വിഭാഗക്കാരുടെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ പുത്തനാശയവുമായി സാധാരണക്കാര് വഞ്ചിക്കാനും കവികളും അവരാണെന്ന് വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് അവരുടെ വിജയത്തിൽ തുറന്നു പറയാൻ പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഇതുപോലുള്ള പുത്തൻവാദികളുടെ കടന്നുകയറ്റം ഉണ്ടാവുകയും അവർ ഇതുപോലുള്ള വിധി ആശയങ്ങൾ കൊണ്ടുവരായ ആ പരിശുദ്ധ ജമാഅത്ത് അതാണ് യഥാമായ സുന്നത്ത് ജമാഅത്ത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പറയാം. ദീന് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്താണ്, സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥ ദീനാണ്. ഇതാണ് യഥാർത്ഥമായി ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ദീനിന് യാതൊരു മാറ്റവും വരുത്താതെ, അതിന് യാതൊരു കൃത്രിമവും ഉണ്ടാക്കാതെ, അതിന് വള്ളിക്കോ പുള്ളിക്കോ തിരുത്തലുകളോ മാറ്റത്തിരുത്തലുകളോ വരുത്താത്ത വിധത്തിൽ അതിനെ നിലനിർത്തി പോന്ന പൂർവികന്മാരുടെ പാരമ്പര്യം. ആ പാരമ്പര്യമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അതാണ് മുസ്ലിമീങ്ങളിവിടെ കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുള്ളത്. അതിനെ ഒരിക്കലും തന്നെ
മാറ്റി അതിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ രീതി കൊണ്ടുവന്നാൽ അത് മുസ്ലിങ്ങൾ തള്ളിക്കളയണം എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെ ഇവിടെ ശരിയായ വിധത്തിൽ സാധാരണക്കാർക്കിടയിൽ പരിശുദ്ധ ദീനിനെ നിലനിർത്തി പോരുന്ന പ്രവർത്തനത്തിന് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ സജ്ജമാക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ ചെയ്തത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ യാഥാർത്ഥ്യങ്ങളോട് പുലർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാര് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതനേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതിന്റെ കാരണക്കാരാണ് ആ പരിശുദ്ധ ദീൻ ഇന്നും യാതൊരു തകരാറും കൂടാതെ മുസ്ലിങ്ങളിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നത്. നമുക്കറിയാം 85 വർഷക്കാലം സമസ്തയുടെ ചരിത്രപരമായ കാലഘട്ടമാണ്. ഒരുപാട് സംഭവങ്ങൾ അതിനടുത്തുകൂടെ നടന്നു. പക്ഷേ അവസരത്തിനൊത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സമസ്തയുടെ ഉലമാക്കൾ ഇവിടുത്തെ സാധാരണക്കാരെ വ്യക്തമായ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ വിമർശിച്ചിരിക്കും. നമുക്കറിയാം സമസ്തയെ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളൂ. സമസ്തയെ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ നേതൃത്വമായി കാണുന്നുള്ളൂ. മതനേതൃത്വം യഥാർത്ഥത്തിൽ സമസ്തയാണ്. സമസ്തയുടെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു, സമസ്ത എന്ത് പറയുന്നു, അത് നോക്കി നിന്നുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാർ ഇന്ന് വരെ ഇവിടെ ജീവിച്ചു വന്നിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാമല്ലോ, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായതിനു ശേഷം ഇവിടെ പല പുതിയ ആശയങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നതിനിടക്കാണ് ഇവിടെ ഖുത്ബയുടെ ഒരു ഭാഷ, ആ ഭാഷയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കണമെന്നൊരാശയം പുത്തനാശയക്കാരിൽ നിന്ന് വേണ്ടത്. ഖുത്ബ പരിഭാഷപ്പെടുത്തണം. അത് 1925 തന്നെ ആശയം അവർക്കിടയിൽ വന്നതാണ്. പക്ഷേ അത് അന്നുള്ള അവരുടെ കൂട്ടത്തിലുള്ള യാഥാർത്ഥ്യം പറയാൻ, സത്യം പറയാൻ ധൈര്യം കാണിച്ച പണ്ഡിതന്മാർ ഒരിക്കലും അതിന് അനുവദിച്ചില്ല. ഒരിക്കലും അത് ഖുത്ബ പരിഭാഷിക്കാൻ പാടില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് അവരതിനെ പറഞ്ഞത്. വലാകിൻ ആറുനാ ശൈഉൻ ആഖർ യംബഗി ഇൽതിഫാതു ഇലൈഹി വഹുവ അൻവാല നജിദ് ഫീ കിതാബി മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വത്താബീന വത്താബീൻ ഖാലു യുതർജിമുന ഖുത്ബ ബിറൗതിയഹുൽ ബിലാസ്. എവിടെയിലാണെന്നില്ല അങ്ങനെ നാട്ടുകാരുടെ ഭാഷക്കനുസരിച്ച് ഖുത്ബയെ പരിഭാഷപ്പെടുത്തിയിരുന്ന ഒരു ചരിത്രം സലഫ് സാലിഹ്യങ്ങളിൽ ഉണ്ടായിട്ടേയില്ല എന്ന സംഭവം ഒരു കിതാബിൽ കാണാനില്ല. അതുകൊണ്ടത് പാടില്ല എന്ന് നിലയ്ക്ക് ആരെയും സമസ്തയല്ല, ഈ പുത്തനാശയക്കാരിൽ തന്നെ. 1925 ആ ഒരാശയം കൊണ്ട് അന്നത്തവരുടെ നേതൃത്വമാണ് നിലയ്ക്കൊരു തീരുമാനമെടുത്തു. പക്ഷേ പിന്നെയും ഈ ആശയങ്ങളെ അവർക്കിടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിടയിൽ ആ ആശയം വീണ്ടും ഉരുണ്ടുകൂടി അവസാനം 1936 ആവുമ്പോഴാണ് അവർ തന്നെ സംഘടിതമായി അവരുടെ ജംഇയ്യത്ത് കൂടി, അവരുടെ സംഘടന കൂടി, അവരുടെ ശൂറ കൂടി അവരുടെ പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം നടത്തിയത്? ഇങ്ങനെയെല്ലാം പറഞ്ഞ ആ ഖുത്ബയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഞങ്ങൾക്കും ആ കാര്യം ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഖുത്ബയുടെ ഭാഷ പ്രാദേശിക ഭാഷയാക്കണം. ഏത് നാട്ടിൽ എവിടെയാണോ ഖുത്ബ നടക്കുന്നതെങ്കിൽ ആ നാട്ടുകാരുടെ ഭാഷയിൽ ആ ഖുത്ബ നിർവഹിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു പ്രമേയം അവർ പാസാക്കി പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്തകളുടെ പ്രഖ്യാപിച്ചെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീയത്തുൽ ഉലമ 11 വർഷക്കാലത്തെ പഠനം നടത്തി. 11 വർഷക്കാലം. എന്താണ് ഇതിന്റെ തീരുമാനം? എന്താണ് ഇതിന്റെ വ്യക്തിയായ സ്വഭാവം? പണ്ഡിതന്മാരുടെ നിലപാടിൽ കാര്യത്തിൽ എന്താ? ഉലമാ ഇതിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഈ ഖുത്ബ എന്ന് പറഞ്ഞത് എന്താണ്? അതിന്റെ ലോകത്ത് അതിന്റെ ഭാഷ ഏതാവണം? ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു പഠനമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ നടത്തിയത്. 1947 സമസ്ത അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. ഒരിക്കലും തന്നെ പാടില്ല, ഒരിക്കലും ഖുത്ബ പരിഭാഷിക്കാൻ പാടില്ല. അത് ഇബാദത്താണ്. ഇബാദത്ത് പൂർവികമായി എങ്ങനെയാണോ നടന്നു വരുന്നതെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു കൊള്ളണം. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ 1300 കൊല്ലക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഈ ജുമയുടെ ഖുത്ബ പരിഭാഷപ്പെടുത്തിയ ചരിത്രമുണ്ടോ? പരിശോധിച്ചിട്ട് എവിടെയും കാണാനില്ല. മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 47 പ്രഖ്യാപിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളെ അംഗീകരിച്ച് ഞാൻ പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ
ഇവിടുത്തെ സാധാരണക്കാർ അല്ലാഹുവിന്റെ ദീന് അവരുടെ കയ്യിലാണെന്നും ആ ദീനിനെ സംരക്ഷിക്കാൻ അവരെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ മുഴുവനും സമസ്യയുടെ നേതൃത്വം അംഗീകരിച്ചു. ഒരിക്കലും തന്നെ അത് സ്വീകരിച്ചില്ല. ഒരു പള്ളിയിൽ ഇപ്പൊ 10,000-ഓളം മഹല്ലത്ത് ഈ കേരള സംസ്ഥാനത്തുണ്ട് മുസ്ലിം മഹല്ലുകൾ. 10,000 മഹല്ലുകളിൽ ഇന്ന് നിങ്ങൾ കണക്കെടുക്കാൻ പോയി നോക്ക്, എത്ര പള്ളിയിൽ അബദ്ധ പരിഭാഷ നടക്കുന്നത്. ആ കാലഘട്ടങ്ങളിലുള്ള പള്ളികളിൽ ഒരു പള്ളിയിൽ പോലുമില്ല. പിന്നീട് പള്ളി എന്താ തള്ളാനുള്ള കാരണം? സമസ്ത പറഞ്ഞു അത് പാടില്ലാത്തതാണ്, ഒരിക്കലും പറ്റില്ല. അപ്പൊ സമസ്ത അതാണ് സമസ്ത എന്ന് പറഞ്ഞ നേതൃത്വം. മുസ്ലിങ്ങളുടെ അവർ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് വ്യക്തമായി അവർ പറയും. ഇവിടെ തറാവി 20 റക്അത്ത് നമസ്കാരം നടക്കുന്നു. എല്ലാ പള്ളികളിലും 20 എന്നോ തുടങ്ങിയിട്ടുള്ളത് 8ന്റെ ഈ വാദം. 8 നിസ്കരിച്ചാൽ മതി, 8 നിസ്കരിക്കേണ്ടത് തറാവി 8 എന്ന് പറഞ്ഞു നടക്കുന്ന കാലം എത്രയോ കാലമായി. പക്ഷേ മുസ്ലിങ്ങളെ സ്വീകരിച്ചില്ല. എന്താ കാരണം? ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, പൂർവികമായ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം തൊട്ട് സ്വഹാബത്തിന്റെ കാലം, താബീകളുടെ കാലം ഒക്കെ പരിശോധിച്ചാൽ ആദ്യമൊക്കെ തറാവി 20 റക്അത്ത് നമസ്കരിച്ചതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് 20 റക്അത്ത്. അതായത് ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ അത് സ്വീകരിക്കുകയും അതാത് നാടുകളിൽ നടത്തിപ്പോരുകയും ചെയ്യും. പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ 150 ജനിച്ച മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അതിനോടൊരു വിളിപ്പാടുകൾ മാത്രമാണ് മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ ജനനത്തിനുണ്ടായിട്ടുള്ളത്. ആ ജന്മം ഈ 150 കൊല്ലത്തിൽ ജനിച്ച ഷാഫി ഇമാമ് തന്റെ മുമ്പ് കഴിഞ്ഞുപോയ 150 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ച കഥ പറയുന്നുണ്ട്. അതിൽ ഇമാം ഷാഫി പറഞ്ഞു, തങ്ങളുടെ കാലഘട്ടം നോക്കി ബഹുമാനം മൗലവിയുടെ ഒരു മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് പറഞ്ഞ വലിയൊരു പുസ്തകം ഇറക്കിയതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? ആ പുസ്തകത്തിൽ അദ്ദേഹം വേണ്ടി പെണ്ണുങ്ങളെല്ലാം പള്ളിയിലേക്ക് വരണം. അതിന് മറുപടിയായി അതേ മുജാഹിദിൽപ്പെട്ട വേറെ പണ്ഡിതനായ സാക്ഷാൽ ഉമ്മർ മൗലവി എഴുതി MCC അഹമ്മദ് മൗലവിയുടെ കിണ്ണാകൃതി എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിന് പേരിട്ട് നോക്കാറാ. എന്നിട്ട് അതിൽ പറഞ്ഞത് മുഴുവൻ ശക്തമായി ഖണ്ഡിച്ചു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ ആജീസിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വാദം അദ്ദേഹം സ്ഥാപിക്കാൻ നോക്കിയത്. പക്ഷേ ഒരിക്കലും തന്നെ അതിന് ദീനിൽ യാതൊരു പിന്തുണയില്ല, പൂർവിക ചരിത്രത്തിൽ യാതൊരു പിൻബലവും അതിനില്ല. അതുകൊണ്ട് പാടില്ല എന്നാണ് ആ മൗലവി തന്നെയാണ് പറഞ്ഞത്. പിന്നെ മൂപ്പർക്കും തർക്കടിക്കാൻ തോന്നി. ഏതായാലും പിന്നെ അവരെല്ലാവരും പള്ളിയൊക്കെ കൊണ്ടുവരാനുള്ള അഭിപ്രായത്തി അവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്ത് ഉലമ അതിന്റെ പ്രഖ്യാപനം നടത്തി. ഒരിക്കലും തന്നെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വളർന്നിട്ടില്ല, ബഹുമാനപ്പെട്ട ഖുലഫാക്കളുടെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിട്ടില്ല, ബഹുമാനപ്പെട്ട സ്വഹാബത്തിൽ ആരും തന്നെ പറഞ്ഞത് പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ടില്ല, പെണ്ണുങ്ങളോട് പോകാനും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുകൊണ്ട് അത് പാടില്ല എന്ന് സമസ്ത പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെ സ്വീകരിച്ചില്ലേ? ഇന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ 10,000-ഓളം വരുന്ന മുസ്ലിം മഹല്ലത്തുകളിലെ പള്ളിയിൽ എവിടെയാണ് പെണ്ണുങ്ങൾ ജമാഅത്തിനും വരുന്ന പള്ളിയിൽ എണ്ണി നോക്കിയാൽ കയ്യോണ്ടൊരിക്കൽ തീർക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സമസ്തയുടെ തീരുമാനം സ്വീകരിച്ചവരാണ്. അതാണ് സമസ്ത. അങ്ങനത്തെ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സമസ്ത. ആ സമസ്തയെ പൂർണ്ണമായും അംഗീകരിച്ചു വരുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ അതിന് ശക്തി പകർന്നതുകൊണ്ടാണ് 85 വർഷക്കാലം മുമ്പ് ഇന്നിവിടെ ഈ കാണുന്ന ഇസ്ലാമികമായ വളർച്ച മുഴുവനും ഈ നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞത്. 10,000-ഓളം മദ്രസകൾ സമസ്തയുടെ കയ്യിലുണ്ട്. 12 ലക്ഷത്തോളം കുട്ടികൾ സമസ്തയുടെ മദ്രസയിലാണ് പഠിക്കുന്നത്. ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിച്ചു? അത് ഇവിടുത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത അംഗീകരിച്ചു, സമസ്ത പറയുന്നത് സ്വീകരിച്ചു. സമസ്ത എന്താണോ ആഹ്വാനം ചെയ്തത് അത് അതുപോലെ തന്നെ നടപ്പിലാക്കി. ആ നിലക്ക് പോകുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇത്രയും വലിയ ഒരു വളർച്ചയിൽ എത്തിയിട്ടുള്ളത് എന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തോളം പുത്തനാശയക്കാരുടെ പല വിധത്തിലുള്ള എതിർപ്പുകളും നമുക്കുണ്ടായിട്ടുള്ളത് ആശയപരമായ എതിർപ്പുകളായിരുന്നു. അതിനൊക്കെ ആശയം കൊണ്ട് തന്നെ അതിന് ശരിക്കും തകർക്കാൻ സാധിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ അതിനെതിരെ വന്ന വിദേഹത്തുകാര്
അതിന് ഏതെല്ലാം വിധത്തിൽ കുതിര കയറിയിട്ടുണ്ടോ അവർക്കൊക്കെയും തന്നെ അതേ നാണയത്തിൽ മറുപടി പറയാൻ പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക് സാധിക്കും. അതുകൊണ്ട് അവരൊക്കെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുക, അവർക്കൊന്നും പുറത്തുവല്ലാതെ വളരാൻ സാധിക്കില്ല. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയ്ക്ക് ഇത് ശക്തമായ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിടയിൽ നിന്ന് തന്നെയാണ്. സമസ്തയ്ക്ക് ശക്തമായ എതിർപ്പ്. പക്ഷേ എതിർപ്പുകളൊന്നും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ആ വിഭാഗക്കാരൊക്കെ തന്നെ അവരുടെ ആ കിനാവ് പൊളിക്കാനായി മാറ്റി അവരെ അങ്ങനെ ഒരു മൂലക്കരിക്കേണ്ടി വന്നിട്ടാം. സമസ്തയെന്ന് തകർക്കാം, സമസ്തയെന്ന് തളർക്കാം. ആ വ്യാമോഹത്തോടു കൂടി നടന്നു. ഇപ്പോഴും അവരതിനു വേണ്ടി പല വിധത്തിലും പുതിയ പള്ളി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, പുതിയ വലിയ വേദന ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, പലതും നോക്കുന്നുണ്ട്. ഏത് വിധത്തിലാണ് അവരുടെ പൗര ജനങ്ങളെ എങ്ങനെയെങ്കിലും കണക്കാൻ പറ്റുമെന്നാണ് നോക്കി. എന്ത് തന്നെയാലും ശരി, ഈ മഹത്തായ പ്രസ്ഥാനങ്ങളുടെ ഉള്ള കാലത്തോളം ഇസ്ലാമിന്റെ മക്കൾ മുസ്ലിമീങ്ങൾ ഈ വിഭാഗക്കാരെ തള്ളിക്കളയുമെന്നതാണ് ഇവിടുത്തെ ചരിത്രം. അതുകൊണ്ട് ആ മോഹമൊന്നും വേണ്ട. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങൾ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് അകറ്റാൻ പറ്റുമോ നോക്കുന്ന ചില നീക്കങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും അടർത്താൻ പറ്റുമോ, എങ്ങനെയെങ്കിലും പിളർത്താൻ പറ്റുമോ, ആ കാര്യം പൂർണ്ണ നടക്കുന്ന അതിനു വേണ്ടുന്ന എല്ലാ ഒഴിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ ആ മോഹിച്ച് നടക്കുന്ന നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. സമസ്തയെ അങ്ങനെ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ആ രൂപങ്ങൾ നിലനിർത്തിപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന് മുസ്ലിങ്ങളിൽ നിന്ന് ഒരിക്കലും തന്നെ മാറ്റി നിർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല. ഇവിടുത്തെ 3 ലക്ഷം മുസ്ലിമീങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ തന്നെ എന്നും പാലമുറച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രചരണ സമ്മേളനങ്ങൾ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും നടന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇനി ഏതാ 85ാം വാർഷിക സമ്മേളനം അതും തന്നെ പങ്കെടുപ്പിക്കുമാറാകട്ടെ. എല്ലാം അതിനു വേണ്ടി വളരെ അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. ജനങ്ങൾ അവിടെ പങ്കെടുത്തുകൊണ്ട് സമസ്തയുടെ ശക്തി കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംഗമമാക്കി ഇതിനെ മാറ്റണം. മഹാന്മാരായ നമ്മളുടെ പൂർവികന്മാര് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹത്വങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇവിടെ നടന്ന സമ്മേളനങ്ങൾ അത് വലിയ വിജയമായി ഇവിടുത്തെ മുസ്ലിമീങ്ങളെ ഏറ്റെടുത്തത് വിജയിപ്പിക്കും. എന്നാൽ ആ മഹാന്മാരുടെ അതേ ആ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ സ്ഥാനത്തുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കാളപ്പാടി ഉസ്താദാണ്. ഈ മഹത്വങ്ങളുടെ നേതൃത്വത്തിൽ ആ പ്രസ്ഥാനം ഇന്നും ആ പഴയ പാരമ്പര്യത്തിൽ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ അതിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അത് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ മഹത്തായ പരിപാടി നടന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പിന്നിൽ തന്നെയാണ് ഇന്നും കേരളത്തിലെ ജനങ്ങളെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വലിയ മഹാസംഗമമായി ആ സമ്മേളനം മാറ്റണം. അത് നമുക്ക് സാധിക്കണം. അത് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കണം, അത് വിജയിപ്പിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ദീനിന്റെ സ്വാധീനങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ദീനിനും ബഹുമാനപ്പെട്ട സമസ്തക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ കഴിവും കരുത്തും അതിനുള്ള അവസരവും സന്ദർഭവും ഒക്കെ പടച്ച തമ്പുരാൻ നമുക്ക് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപോയവന്മാരോടൊപ്പം അല്ലാഹു സ്വർഗ്ഗലോകത്ത് നമ്മളെ കൂട്ടകുടുംബാദികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നാം ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രമുഖ വാഗ്മിയും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ ബഹുമാനനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. അതിനായി അധ്യക്ഷന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله
أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ ഈ മഹനീയ സദസ്സിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ PKB ഇസ്ലാം ഉസ്താദുകളെ, ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മെ ഉദ്ബോധിപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമാ ജനറൽ സെക്രട്ടറി സൈനുൽ ഉലമാ റഷീദ് ഉസ്താദ് പൗരമായ പ്രഭാഷണം ഇവിടെ നിർവഹിച്ച് പ്രവർത്തകരെ ആവേശഭരിതരാക്കിയ ബഹുമാനപ്പെട്ട കുട്ടമല ബാപ്പുസ്ലിയാർ, നമ്മുടെ ഈ വേദിയിലുള്ള സമസ്ത കേരള ജമീയത്തുലമായുടെ കർമ്മധീരനായ പണ്ഡിത നേതാക്കൾ, ബഹുമാനപ്പെട്ട മണി ഉസ്താദ്, അഭിനന്ദനായ ഉമർ മുസ്ലിയാർ, KT അബ്ദുൽ, ബഹുമാനായ മലയ മഹബൂബ് ബാത്തവി, ഫൈസി, അബ്ദുസലാം ദാരിമി, കമാൽ ഹാജി, സി അബൂബക്കർ ഹാജി, KK മുഹമ്മദ് സാഹിബ്, അഹമ്മദ് അള്ളാഹി തുടങ്ങി നമ്മുടെ ഈ വേദിയിലും നമ്മുടെ ഈ മഹത്തായ സദസ്സിനുമൊക്കെ അണിനിരന്നുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ധന്യതയ്ക്ക് വേണ്ടി ഒത്തുകൂടിയ സമസ്ത കേരള ജമീയത്തുലമായുടെയും സുന്നി യുവജന സംഘത്തിന്റെയും ജമീയത്തുൽ ഉലമയുടെയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും ഒക്കെ കർമ്മധീരരായ പണ്ഡിത നേതാക്കൾ, അഭിനന്ദനും ബഹുമാന്യരുമായ സംഘടനാ പ്രവർത്തകർ, ഇന്ന് ഒത്തുകൂടിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള ജമീയത്തുലമായുടെ ഘടകം നമ്മുടെ മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വളരെ ദീർഘമായ പ്രഭാഷണം നടത്തുന്നതിന് പകരം ഒരു പ്രചരണ സമ്മേളനം എന്ന രീതിയിൽ നാം ഉയർത്തിപ്പടിക്കുന്ന സന്ദേശത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയതിന്റെ തുടർച്ചയായി ഏതാനും കാര്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുക മാത്രമാണ് എന്റെ ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഇസ്ലാമിക പ്രബോധന രംഗത്ത് ലഭ്യമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹം കേരളത്തിൽ വ്യതിരിക്തമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുത്തതിന്റെ പിന്നിൽ ഈ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം വളരെ വ്യക്തമായി നാം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് കാലഘട്ടം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നവോത്ഥാന നായകന്മാരായി പലരെയും സമൂഹത്തിൽ പ്രതിഷ്ഠിക്കാൻ ചില ചരിത്രകാരന്മാർ മുന്നോട്ട് വരികയും പരിഷ്കരണത്തെയും നവോത്ഥാനത്തെയും കൂട്ടിക്കുടച്ചുകൊണ്ട് സമൂഹത്തിൽ അടിത്തറയില്ലാത്ത പ്രവർത്തനങ്ങളെ നവോത്ഥാന പ്രവർത്തനങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തെ ആവടിക്ക് ചിന്തിപ്പിക്കുകയും ചില ചരിത്രകാരന്മാർ കേരളത്തോട് ചെയ്തത് ഏറ്റവും വലിയ അപരാധമാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധനം ഇന്ത്യയിൽ കടന്നു വന്ന രീതികളും അതിന്റെ രീതിശാസ്ത്രങ്ങളുമൊക്കെ നമ്മൾ അവലംബിക്കുമ്പോൾ സമാധാനപരമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളക്കരയിലെ കൊടുങ്ങല്ലൂർ പ്രദേശം. മാലിക് റളിയല്ലാഹു തആല സംഘവുമായി കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾ ജനകീയ രീതിയിൽ പള്ളി കെട്ടിക്കൊണ്ടും അവർക്ക് ആരാധനകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനും ഒരു മാതൃകാപരമായി നിർവഹിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അഭിപ്രായങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി മുസ്ലിം ഉമ്മത്ത് അണിനിരന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം അറബ് നാട്ടിൽ നിന്ന് വന്ന ആളുകളിലൂടെ നേരിട്ട് കാണുവാനും പഠിക്കുവാനും സാധ്യമായി എന്നാണ് പഴയകാല ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ കാലഘട്ടങ്ങൾക്ക് ശേഷം പിന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം അക്കാദമികളിൽ ഏറ്റെടുത്തത് കിതാബിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനം ആരംഭിച്ചത് 15ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൊച്ചിയിൽ വന്ന അഹമ്മദ് മഅ്ബലിയുടെ പട്ടത്തിൽ ഇബ്രാഹിം മഅ്ബലി എന്ന് പറയുന്ന മഹാനായ മഹദൂമിന്റെ ആ കാലഘട്ടത്തിന് ശേഷമായി. അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാന വിപ്ലവത്തിന്റെ നാന്ദി കുറിച്ച വലിയൊരു കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവായി കൊച്ചിയിൽ പാകിസ്ഥാൻ നിർവഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരപുത്രനാണ് പൊന്നാനിയിൽ വന്ന് ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി എന്ന് പറയുന്ന മഹദൂം ഒന്നാണ്.
ആ മഹദൂമികളുടെ പാരമ്പര്യം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര വൈദഗ്ധ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. മൊത്തത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ സയ്യിദന്മാരും ആലിമീങ്ങളും ധന്യമായ ഒരു നേതൃത്വം എക്കാലത്തും കേരള മുസ്ലിങ്ങൾക്ക് നൽകിയതായി കാണാൻ കഴിയും. ഈ രണ്ടു നേതൃത്വവും കേരളീയ മുസ്ലിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ വരദാനമായിരുന്നു. ഒന്ന് സയ്യിദന്മാർ, ഒന്ന് ആലിമീങ്ങൾ. മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഭിന്നമായി ഈ ഒരു കൂട്ടായ്മ എപ്പോഴും നമുക്ക് കേരളത്തിൽ കാണാമായിരുന്നു. കോഴിക്കോട്ടെ പണ്ഡിത പ്രമുഖരായിരുന്ന കോഴിക്കോട് ഗാന്ധി കുടുംബം, അവിടെയാണ് വിജ്ഞാനത്തിന്റെ പ്രസംഗം കേരളത്തിൽ യുദ്ധമായി നടന്ന ഒരു പ്രദേശം. അതുപോലെ തന്നെ മറ്റൊന്ന് പൊന്നാനി, ഗാന്ധി കുടുംബം. ഇത് ചരിത്രം യഥാർത്ഥത്തിൽ അവലോകനം ചെയ്യുമ്പോൾ പൊന്നാനിയേക്കാൾ മുമ്പേ കോഴിക്കോട് ഇസ്ലാമിക നവോത്ഥാനത്തിലെ ദർശകരും അതുപോലെ തന്നെ മതപാഠശാലകൾ വളർന്നു വന്നിരുന്നു എന്ന് കാണാൻ കഴിയും. കാരണം ചരിത്രം പറയുന്നത് വളരെ മനോഹരമായി കോഴിക്കോട്ടെ പ്രമുഖ പണ്ഡിതനായിരുന്ന അബൂബക്കർ ഫഖറുദ്ദീൻ റഹ്മാനി ഷാരിയാത്തി എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ദർശനേക്കായിരുന്നു ഒന്നാമത്തെ മഹദൂം കിതാബ് പഠിക്കാൻ വന്നത്. പൊന്നാനിയിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ അസ്ഥിവാരമായി സ്ഥാപിച്ച ദർസിന്റെ സ്ഥാപകൻ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് തുല്യമായി, ജാമിഉൽ അസ്ഹറിന് തുല്യമായി ഒരു ദർസ്, താൻ പഠിച്ച വിദേശ യൂണിവേഴ്സിറ്റിക്ക് തുല്യമായ ഒരു ദർസ് പൊന്നാനിയിൽ പിൽക്കാലത്ത് മഖദൂം സ്ഥാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പഠിക്കാൻ വന്നത് കോഴിക്കോട്ട് ഫഖറുദ്ദീൻ റഹ്മാനി ഷാരിയാത്തിയുടെ ദർസിലേക്കാണ്. അതിന്റെ അർത്ഥം കോഴിക്കോട്ട് നേരത്തെ പണ്ഡിത പ്രമുഖർ ദർസ് നടത്തി നേതൃത്വം കൊടുത്തിരുന്നു. വലിയ കേന്ദ്രബിന്ദുവായിരുന്നു ഇൽമിന്റെ കോഴിക്കോട് കേന്ദ്രം. അവിടെ നിന്ന് പഠിച്ചു വന്ന പണ്ഡിതന്മാർ വിദേശത്ത് പോയി ഇൽമ പഠിച്ച് പൊന്നാനിയിൽ വന്ന് അത്യന്താധുനിക രീതിയിലുള്ള ഒരു ദർസ് സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ അന്ന് വരെയുള്ള മതപഠന രീതിയിൽ നിന്നും ഭിന്നമായ അടിസ്ഥാനപരമായി മതം ശരിക്കും ജനങ്ങൾക്ക് അക്കാദമിക തലത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി സിസ്റ്റം അനുസരിച്ചുള്ള പഠനം അന്നത്തെ പള്ളി ദർശൻ പൊന്നാനിയിൽ ആരംഭിച്ചപ്പോൾ ജാവയിൽ നിന്നും സുമാത്രയിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ഒക്കെ ആളുകൾ വന്നു ആ പള്ളി ദർശനേക്ക്. ഈ രണ്ടു കേന്ദ്രങ്ങളിൽ കോഴിക്കോട് ഗാന്ധിമാർ കോഴിക്കോട്ടും മഹദൂമുമാർ പൊന്നാനിയിൽ നേതൃത്വം കൊടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്കുള്ള ഒരു നേതൃത്വമായിരുന്നു. സാധാരണക്കാരിൽ പക്ഷേ ഈ പണ്ഡിതന്മാരെ എത്തിപ്പിടിക്കാൻ പ്രയാസമുണ്ടായിരിക്കാം. ജനകീയ പ്രബോധനത്തിന് അസ്ഥിവാരപ്പെട്ടത് ബഹുമാനപ്പെട്ട സയ്യിദുമാരാണ് എന്ന് കേരള ചരിത്രം പറയുന്നു. കോഴിക്കോട്ടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം സയ്യിദ് ജിബ്രീൽ തങ്ങളുടെ കോഴിക്കോട്ടെ ആഗമനം. പൊന്നാനിയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട പൊന്നാനി വലിയ ചാരത്തികൾ തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദ്രോസി തങ്ങളുടെ വക്ക് പറയും അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് നയിച്ച ഇസ്ലാമിക പ്രവർത്തകർ. സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദ്രോസി തങ്ങളുടെ പൊന്നാനിയിലും സയ്യിദ് ജിബ്രീൽ തങ്ങളുടെ കോഴിക്കോട്ടും, കോഴിക്കോട് ഗാന്ധിമാർ കോഴിക്കോട്ടും, ബഹുമാനപ്പെട്ട മഖദൂമുമാർ പൊന്നാനിയും. ഈ സയ്യിദുമാരുടെയും ആലിമീങ്ങളുടെയും ഒരു സംഗമ പ്രവർത്തനമാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ അക്കാദമിക സംവിധാനത്തെയും ജനകീയ സംവിധാനത്തെയും വിപുലീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദീനെന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഏർപ്പാടുണ്ടാക്കി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന ചരിത്രം പഠിക്കുന്നവരെ മാറ്റിവെക്കാൻ കഴിയില്ല. ഇവരാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് ദീനെന്തെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രാമാണികരായ പണ്ഡിതന്മാരും ജനങ്ങളെ ജനകീയമായി ഇസ്ലാമിലേക്ക് അടുപ്പിച്ച ആത്മീയ പ്രഭകളായിരുന്ന പണ്ഡിതന്മാർ. ആ സയ്യിദുമാരും പണ്ഡിതന്മാരും അടങ്ങുന്ന ഒരു സേവന പ്രവർത്തനം പടച്ചറപ്പ് കേരളത്തിന് തന്നത് അനുഗ്രഹീതമാണ് എന്ന് ചരിത്രം നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഈ മഹത്വങ്ങളായ കാലഘട്ടം, ഈ മഹത്വങ്ങളുടെ കാലഘട്ടം കേരളത്തിൽ അഭിപ്രായാന്തരമില്ലാത്ത കാലഘട്ടമാണ്. യാതൊരു തരത്തിലും കേരളീയ മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അടിസ്ഥാനപരമായി ശരിക്കും അവർ കൊണ്ടു നടന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അനുവർത്തിച്ചിരുന്ന പ്രവർത്തനമാണ്. അവർ വിശുദ്ധ റബീഉൽ മൗലിദ് പാരായണം ചെയ്യുമായിരുന്നു. മരണവീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. മഖബറുകൾ കെട്ടിപ്പൊക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നല്ലോ. പൊന്നാനിയിൽ തന്നെയല്ലേ ഒരു പള്ളിക്ക് തന്നെ പേര് ചരിത്രം പറയുന്ന അവരുടെ വ്യക്തമായ പള്ളി. അവിടെ വലിയ ജാറമുണ്ട്. ജാറമുണ്ടായിരുന്നുകൊണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദ്രോസി തങ്ങളുടെ കുട്ടിജാമ്യം സിയാറത്ത് പള്ളി എന്ന് പറയുന്ന പള്ളി കണ്ട പൊന്നാനിയിലെ സിയാറത്ത് പള്ളി എന്ന് പേരിട്ടു. പിതാമഹന്റെ ആ കബറിടം സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി മഖദൂം ചെന്നതുകൊണ്ട് ഒന്നാമത്തെ മഖദൂമിന് സിയാറത്ത് ചെയ്യാൻ പോകാമെങ്കിൽ, അവിടെ ഒരു സിയാറത്ത് പള്ളി ഉണ്ടാക്കാമെങ്കിൽ, ആ പള്ളിക്ക് സമൂഹം അങ്ങനെ പേര് കൊടുക്കുമെങ്കിൽ ഖബർ സിയാറത്ത് അനിസ്ലാമികമാണെന്ന് പിൽക്കാലത്ത് പറയുന്നതിന്റെ അർത്ഥമാണ് സമൂഹത്തിലുള്ളത്. നമ്മൾ നോക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത സകല കർമ്മങ്ങളും അവർ ചെയ്തു. അതിനെ ആരും ചോദിച്ചിരുന്നില്ല. അന്നൊന്നും കേന്ദ്രത്തിൽ എവിടെയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉത്തമ ഭാഷാന്തരം ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. മഹദൂമുമാർ കെട്ടിപ്പടുത്ത ഒരു പള്ളിയിലും അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത ഒരു പള്ളിയിലും സ്ത്രീകൾ ചുമക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുന്ന സാധ്യമല്ലല്ലോ. മഹദൂമുമാരുടെ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടാക്കിയ പള്ളികൾ മഹാന്മാരായ മാലിക് ഹബീബ് റളിയല്ലാഹു തആല ഒരു സംഘം ഉണ്ടാക്കിയ പള്ളികളാണ്. ആ പള്ളികളിൽ എവിടെയും ഉത്തമ ഭാഷാന്തരം ചെയ്തതായിട്ടോ സ്ത്രീകൾ പള്ളിക്ക് വന്നതായിട്ടോ ഒരു തെളിവ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ലോക ചരിത്രത്തിൽ കേട്ടുകളില്ലാത്ത പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത് കാലഘട്ടത്തിലാണ് നമ്മൾ പഠിക്കണം. യാതൊരു തരത്തിലും ഭിന്നവീക്ഷണമില്ലാതെ
നമ്മുടെ പൂർവികർ ആചരിച്ചു പോന്നിരുന്ന സകലമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒഴുകപ്പെട്ടു പോകുന്ന സമൂഹത്തിൽ പിൽക്കാലത്ത് ഭിന്നവീക്ഷണം ജനിക്കുന്നത് വിദേശത്തു നിന്നും കടന്നു വന്ന ചില ചിന്താധാരകൾ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേ അതിന്റെ തലപ്പത്തിൽ നിന്നാകട്ടെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചിന്തത്തിൽ തിരികൊളുത്തിയവരോ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുൽ റഷീദുമായി. ഈ ചിന്തകൾ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. യാതൊരു സംഘടനത്തിൽ പുതിയ നിങ്ങളൊരു സംഘടന അതിന്റെ ആവശ്യമുണ്ട്. എല്ലാവരും ഒരേ ആശയങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ സംഘടനയുടെ ആവശ്യമില്ലല്ലോ. ഈ സമത്വ കേരള ജമഇയ്യത്തുലമ ജനങ്ങളെ വേറിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല. സമത്വ കേരള ജമഇയ്യത്തുലമയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് ബോധ്യപ്പെടും. ജനങ്ങളെ സംഘടനാപരമായി പ്രാന്തവൽക്കരിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല സമത്വ. അനിവാര്യത സൃഷ്ടിയായിരുന്നു സമത്വ കേരള ജമഇയ്യത്തുലമ. സത്യത്തിന്റെ വഴി ജനങ്ങളെ സത്യത്തിന്റെ സാക്ഷികളായി അള്ളാഹുവിന്റെ വിലയിരുത്തത്തിന്റെ ബാധ്യത ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചക പ്രബോധനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവെ ഈ ജനങ്ങൾ സാക്ഷിയാണ് ഞാൻ സത്യപ്രബോധനം നിർവഹിച്ചിട്ടുണ്ട്. ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു മഷ്ഹൂദ് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദൗത്യം പണ്ഡിതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ സത്യം ഇവിടെ തുടരണം. സത്യസാക്ഷികളായ ജനസമൂഹത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുവചനത്തിന്റെ ബന്ധാവിൽ വളർത്തിക്കൊണ്ടുവരേണ്ട പണ്ഡിത പ്രതികളുടെ കടമ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അവിടെ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയിരുന്നു. ആ കടമ നിർവഹിക്കുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. മാലിക്കുൽ ഹബീബും സംഘവും മാലിക്കുൽ തങ്ങളും സംഘവും അത് കഴിഞ്ഞ വഹദുമാർ ആ കാലഘട്ടത്തിൽ സജീവമാണ്. എന്നാൽ ഈ സത്യത്തിലും ജനങ്ങളെ വ്യതിരിപ്പിക്കാൻ വേണ്ടി സംഘടനാ സംവിധാനം ആദ്യം ഇവിടെ കൊണ്ടുവന്നത് സമത്വ കേരളത്തിലല്ലോ. ആദ്യമായി നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശക്തി വരുന്നത് കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലാണ്. ഈ കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തെ ഈ സമരഭൂമിയിലേക്ക് ഇറക്കുവാൻ താല്പര്യപ്പെടുന്ന ചില പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നു. അതിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ മജ്ലിസുൽ ഉലമ. ഈ ഇന്ത്യൻ മജ്ലിസുൽ ഉലമയുടെ ഭാഗമായ കേരള മജ്ലിസുൽ ഉലമ രൂപീകരിക്കാൻ ശ്രമം നടന്നപ്പോൾ യുദ്ധം വന്ന പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു, കേരളത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കണ്ട, ഐക്യമുള്ള കേരളത്തിൽ ഐക്യത്തിന്റെ വിത്തഭാഗരുത്. അത് ചെവി കൊടുക്കാതെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ അവകാശപ്പെടുന്ന ചില ആളുകൾ, പരിഷ്കരണവാദികളെ കുറിച്ച് അവകാശപ്പെട്ട ചില ആളുകൾ കേരള മജ്ലിസുൽ ഉലമ എന്ന് പറയുന്ന സംഘത്തിന് ഒറ്റപ്പാലത്ത് വെച്ച് രൂപകൽപ്പന നൽകി. ഒരു വർഷം നിന്നില്ല, ആ സംഘടന നാമാവശേഷമായി പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് 1921 കൊടുങ്ങല്ലൂരിൽ വെച്ച് ഒരു നിഷ്പക്ഷ സംഘം രൂപപ്പെടുന്നതാണ്. ആ നിഷ്പക്ഷ സംഘത്തിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു കേരള സമൂഹത്തിന് പുതിയ ചിന്താധാരകൾ കൊണ്ടുവരിക. സത്യത്തിൽ അന്നും പണ്ഡിതന്മാർ പറഞ്ഞു, ഈ നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പുതിയൊരു സംഘം വരുമ്പോൾ കേരളത്തിൽ അനൈക്യമാണ് ഉണ്ടാകുന്നത്. അനൈക്യത്തിന്റെ വിത്ത് വിലക്കുന്ന ഈ പ്രസ്ഥാനം ഗുണകരമല്ലെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു. അന്നും സമത്വ രൂപീകരിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വേറിട്ട് നിർത്തി അപകടമുണ്ടാക്കരുത്. എല്ലാവരും ഒറ്റക്കെട്ടായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തും അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സത്യസന്ധമായ മാർഗരേഖകളും മുറുകെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ശരിക്കും നമ്മുടെ സമൂഹം നിഷ്പക്ഷ സംഘം അപകടകരമാണ്. അപ്പോഴാണ് അവർ പേര് മാറ്റി പിന്നീട് ഐക്യസംഘമാക്കി രംഗത്ത് വരുന്നത്. ഐക്യമുണ്ടാക്കാൻ ഞങ്ങൾ ഐക്യമുണ്ടാക്കുന്നവരിൽ നിന്ന് ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി ഐക്യസംഘം എന്ന പേരിട്ടുകൊണ്ട് സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവർ സമൂഹത്തിൽ ഉന്നയിച്ച വാദഗതികൾ മുഴുവൻ സത്യത്തിന് നേരത്തെ സൂചിപ്പിച്ച ആ ശ്രമങ്ങൾ നടത്തിയ ആളുകളെ കുറിച്ചും അതിന്റെ ആശയങ്ങൾ സ്വാഭാവികമായും ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, ഐക്യസംഘം അപകടകരമാണ്. ഐക്യസംഘത്തിന്റെ 2ാം വാർഷികത്തോടുകൂടി ഐക്യസംഘത്തിന് കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന പേര് രൂപീകരിക്കേണ്ടി വന്നു. ആ സംഘം രൂപീകരിച്ചുകൊണ്ട് അവരെ പ്രവേശിച്ചു. സത്യത്തിൽ ആ സംഘം ഐക്യസംഘത്തിന്റെ ഒരു ഉപദേശക സമിതി മാത്രമായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഐക്യസംഘം ഉപദേശകരായിരിക്കുന്ന സംഘം ഈ ഐക്യം ഉറച്ച ആശയങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ആകൂട്ടി ഒറ്റക്കെട്ടായി നിന്നിരുന്ന ജനസമൂഹത്തിന് മുമ്പിൽ അപകടകരമായ അപക്വമായ വാദഗതികളുമായി രംഗത്ത് വന്നപ്പോൾ സമത്വ കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ രംഗത്ത് വന്നു. അന്ന് സമത്വ രൂപീകരിച്ചിട്ടില്ലെങ്കിലും ആലിമീങ്ങളുണ്ട്. ഇവിടെ മഹാന്മാരായ ആലിമീങ്ങൾ രംഗത്ത് വന്നുകൊണ്ട് ജനസമൂഹത്തിന് മുമ്പിൽ സത്യം എന്തെന്ന് ശരിക്കും തുറന്ന് പറഞ്ഞു കൊടുത്തു. സമത്വം ഉണ്ടാകുന്നതിന് മുമ്പും ആ പ്രവർത്തനമുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഫാദിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ ഒരു സ്ഥാപനമായി താനൂരിലെ ഇസ്ലാഹുലും അറബി കോളേജ് ഏറ്റെടുത്തു. അതിനുള്ള ആലുമാനടുത്ത് വൈകുട്ടി മുസ്ലിയാരുടെ ദിവസം നടത്തിയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഖിലാഫത്ത് മൂവ്മെന്റിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവസരം കണ്ടുകിട്ടി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ അദ്ദേഹം മാറി താമസിക്കേണ്ടി വന്നു. പൊതുജന മധ്യത്തിൽ നിന്ന് മാറേണ്ടി വന്നപ്പോൾ ദിവസം നിർത്തി. പിന്നീട് ആ ദിവസം ഏറ്റെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ഈ ഫാദിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കപ്പെട്ട പ്രൊഫഷണലായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ പ്രചരണങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി.
ആ ബോധവൽക്കരണ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കെ അവർ ഒരു ജർമ്മനിയത്തായി സംഘമായി തന്നെ സംഘടന രൂപത്തിൽ നീങ്ങുന്നത് കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലെ കുതുബായിരുന്ന മഹാനായ വരക്കൽ ഗുണക്കോയത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന വലിയൊരു യമനി കുടുംബമാണത്. യമനി സാദാത്തുകളുടെ കുടുംബം. സയ്യിദ് അലി ഹാമിദ് ബാഹരവി തങ്ങൾ, സയ്യിദ് അഹമ്മദ് ബാഹരവി, സയ്യിദ് അലി ബാഹരവി, അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് ബാഹരവി തങ്ങളുടെ മകനായി നമ്മുടെ കേരളത്തിൽ ജനിച്ച ബഹുമാനപ്പെട്ട മഹാനായ വരക്കൽ ഗുണക്കോയത്തങ്ങൾ. ആ മഹാനായ വരക്കൽ ഗുണക്കോയത്തങ്ങൾ എന്ന് പറയുന്ന മഹാപ്രതിഭ, അദ്ദേഹത്തിന് അല്ലാഹുവിൽ നിന്ന് ലഭ്യമായ ഇൽഹാമിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ടവരാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായമാരാണ്. മഹാനായ പാലിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള പ്രോത്സാഹനായ പണ്ഡിതന്മാരെ കോഴിക്കോട് നഗരത്തിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ ആശയം പങ്കുവെക്കുകയും ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് തന്നെ അതിശക്തമായി ഇതിനെതിരെ നാം സംഘടിതമായി നീങ്ങേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് ബോധ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ അംഗീകരിച്ചു. ഒറ്റപ്പെട്ട് നടത്തിയിരുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃത രൂപത്തിലേക്ക് മാറ്റി അവിടെയും സമഗ്ര കേരള ജംഇയ്യത്തുൽ രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടമുള്ള പഠിക്കണമെങ്കിൽ 921 മുതൽ സംഘടിത രൂപത്തിൽ വിദഗ്ധരുടെ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി നീങ്ങാൻ തുടങ്ങിയിട്ട് ആ സംഘടിത ശക്തി അപകടകരമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒറ്റപ്പെട്ട പണ്ഡിത പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രികളൊക്കെ നടന്നിട്ട് 925 ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഇത്തരമൊരു സംഘടന രൂപം നൽകുന്നത്. ആ സയ്യിദിന്റെ ചരിത്രം പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളീയർക്ക് നൽകിയ അനുഗ്രഹമാണത്. അൽ ഈമാനു യമാനിയും, യഥാർത്ഥ വിശ്വാസം യമനി പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വിശ്വാസമാണ്. യഥാർത്ഥ യമനിലൂടെ മുഹമ്മദ് മുസ്തഫ മഹാനായ ആ പണ്ഡിത പ്രതിഭയുടെ പിതാമഹൻ കേരളത്തിലേക്ക് കടന്നു വന്ന മഹാപണ്ഡിതൻ സയ്യിദ് അലി ഹാമിദ് ബാഹരവി തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ അതിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് അഹമ്മദ് ബാഹരവി, അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഹസൻ ബാഹരവി, അദ്ദേഹത്തിന്റെ പുത്രനായ സയ്യിദ് മുഹമ്മദ് ബാഹരവി തങ്ങൾ. സയ്യിദ് മുഹമ്മദ് ബാഹരവി തങ്ങളുടെ പുത്രനായി കേരളത്തിൽ ജനിച്ച മഹാപണ്ഡിതനാണ് അഭിമന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ പിതാവായ സയ്യിദ് അഹമ്മദ് ബാഹരവി തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം. കോഴിക്കോടിന്റെ പഴയകാല ചരിത്രം പഠിക്കുന്നവർക്ക് മഹാനായ വലിയമായ കുതുബുസമാനും മെമ്പറും സയ്യിദ് അലവി തങ്ങൾ പോലും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അവർ രണ്ടുപേരും ആശയവിനിമയം നടത്തുകയും ആ രണ്ട് മഹത്തുക്കളുടെ കാലഘട്ടം കേരളത്തിലെ ഈ മഹത്തായ സംഘടനക്ക് വീഴ്ചാവാസം നൽകാൻ പടച്ചറപ്പ് തെരഞ്ഞെടുത്ത ഒരു വലിയ പണ്ഡിതനായ കുതുബുസമാൻ സയ്യിദ് ബാഹരവി തങ്ങൾ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ മഹാനായ പ്രസിഡന്റ്. അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന പണ്ഡിത സഭയുടെ തലപ്പത്ത് വരുന്നത് 1926 25 അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്ത് രൂപീകരിക്കുന്നു. 26 അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഇസ്ലാം പഠിപ്പിച്ചതിന്റെ നേതൃത്വം ചോദിച്ചു വാങ്ങരുത്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ തന്നെ ചില സന്ദർഭത്തിൽ നേതൃത്വം ചോദിച്ചു വാങ്ങിയ അനുഭവങ്ങളുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ ക്ഷാമക്ഷേമ കാലഘട്ടങ്ങളെ കുറിച്ച് ബോധോദയം അദ്ദേഹത്തിനുണ്ടായപ്പോൾ വ്യക്തമായ മാർഗരേഖ അദ്ദേഹം വരച്ചു വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ക്ഷേമകാലത്ത് ക്ഷാമകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾക്കതറിയില്ലെങ്കിൽ എനിക്കറിയാം. യജനാവിന്റെ താക്കോ എന്റെ കയ്യിൽ തന്നെ ഇനി ഹക്കീമുൻ അലീമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ചോദിച്ചു വാങ്ങി ജനത്തെ രക്ഷപ്പെടുത്താൻ നേതൃത്വത്തിൽ അദ്ദേഹം മുന്നോട്ട് വരികയാണുണ്ടായത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സമൂഹത്തെ നയിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയാൽ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ ഖുർആൻ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വിദഗ്ധ വളർന്നുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന് അപകടകരമായ അവസ്ഥ സംജാതമാകുമെന്ന് കണ്ടപ്പോൾ പടച്ചറപ്പിൽ നിന്നുള്ള ഇൽഹാം അനുസരിച്ചുകൊണ്ട് തന്നെ സയ്യിദ് വരക്കൽ ഗുണക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് പദവിയേറ്റെടുത്തു. ആ പ്രസിഡന്റ് പദവിയേറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്ന നേതാവുക എന്ന ലക്ഷ്യമായിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. മഹാനായ ആ സയ്യിദിന്റെ ചരിത്രം പഠിക്കൂ. ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടും. ഇന്ത്യയിൽ പ്രഗത്ഭനായ ഒരു ഭരണാധികാരി അറിയുന്ന അഭിവാദത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഒരു മനുഷ്യൻ, ഇന്ത്യയുടെ പ്രഗത്ഭനായ ഹോം മിനിസ്റ്റർ, നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ലയിപ്പിക്കാൻ പട്ടേലിന്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞു. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ തന്റെ സൈന്യത്തെ ഒരുക്കി നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ സംഘടനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പുലിക്കുത്തിയപ്പോൾ എന്ന വ്യക്തിയാണ് ഹൈദരാബാദിലെ നൈസാം. ആ ഹൈദരാബാദിലെ നൈസാം തന്റെ കുതിരവണ്ടി ഓടിച്ചുകൊണ്ട് ബറക്കത്തെടുക്കാൻ ആശിയാൻ വരക്കൽ മുണ്ടക്കോയ വീട്ടിൽ വന്നിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോ ഹൈദരാബാദിലെ നൈസാമിന് വന്ന് ബറക്കത്തെടുക്കാൻ മാത്രമുള്ള ഔന്നത്യമാകുന്ന പദവി
വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് പണച്ചെലപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നതിന്റെ പ്രസിഡന്റായിട്ട് അറിയപ്പെടേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രസ്ഥാനികമായി അതിന്റെ തലപ്പത്തിൽ നിന്നുകൊണ്ട് പ്രസിദ്ധി നേടാനായിരുന്നില്ല. മറിച്ച് ദീനിന്റെ അനിവാര്യത എന്ന ബോധത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് അദ്ദേഹം സമത്വകേന്ദ്ര ജംഇയ്യത്തുലമായുടെ തലപ്പത്ത് വന്നത് എന്ന് വളരെ വ്യക്തമായി ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഈ കണ്ണൂർ അറിയപ്പെട്ടത് അറക്കൽ രാജകുടുംബത്തിന്റെ പ്രസിദ്ധി കൊണ്ടാണ്. അറക്കൽ രാജകുടുംബത്തിലെ ആദിരാജാവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും നിത്യസന്ദർശകരായിരുന്നു വരക്കൽ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് പണ്ടത്ത് കൊടുത്തയച്ചിരുന്നത് അറക്കൽ ആദിരാജാവിന്റെ ചെലവിൽ നിർത്തി കൊടുത്തിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് സൂചിപ്പിക്കുന്നത്? ഈ സൂചനകളിലൂടെ നമുക്ക് ബോധ്യമാക്കുന്നത് വലിയ സ്ഥാനമാനമുള്ള വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അദ്ദേഹം താമസിച്ച സന്ദർഭത്തിലല്ലേ കോഴിക്കോട്ടെ പുതിയ ഒരു അങ്ങാടി രൂപപ്പെടുന്നത്? വെള്ളയിൽ കടപ്പുറത്ത് ഡിപ്ലോമാറ്റ് ഏരിയ എന്നാണ് ചരിത്രം പറയുന്നത്. സർ വിജയലോകൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ താമസിച്ചതിന്റെ തൊട്ടപ്പുറത്ത് വെള്ളയിലാണ് താമസിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടുന്ന അധ്യായങ്ങളെ കറുത്ത കരോലി സാഹിബിന്റെ മതം, കറുത്ത കരോലിയെ വധിക്കാൻ കാരണം ബഹുമാനപ്പെട്ട വലിയ കുത്തബ് സമാൻ മുഹമ്മദ് സയ്യിദ് അലവി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫഖ്റുൽ ഖുവാ തങ്ങൾ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ബ്രിട്ടീഷുകളുടെ കലാപത്തിന്റെ തിരികൊടുക്കുന്ന ഫത്വാഗ്രന്ഥം തയ്യാറാക്കി. തന്റെ പിതാവിന്റെ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ ആ ഗ്രന്ഥം പ്രസിദ്ധീകൃതമായപ്പോ കലക്ടർ കരോലി സാഹിബ് ഉത്തരവിട്ടു നാട് കടത്തണം. നാട് കടത്താൻ ഉത്തരവിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആത്മീയ നായകൻ നാട് കടത്താൻ ഉത്തരവിട്ട കരോലിയെ ഭൂമിയിൽ നിന്നും കടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിള പോരാളികൾ വെള്ളയിൽ കടപ്പുറത്ത് ചെന്നിട്ടാണ് കരോലി സാഹിബിന്റെ തലയറുത്ത് കൊണ്ടുവന്നത് എന്ന് സർ വിജയലോകന്റെ മലബാർ എഴുതിയിട്ടുണ്ട്. സർ വിജയലോകൻ താമസിച്ചിരുന്ന പ്രദേശത്ത്, ആ പ്രദേശത്ത് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ എങ്ങനെ ഒരു പുതിയ അങ്ങാടി ഉണ്ടായത്? ലോകം താമസിച്ചിട്ടുണ്ടാവാത്ത അങ്ങാടി, ബ്രിട്ടീഷുകാരായ വലിയ ഡിപ്ലോമാറ്റുകൾ താമസിച്ചിട്ടുണ്ടാവാത്ത വലിയൊരു അങ്ങാടി, അത്ര വലിയ പ്രസിദ്ധി അവർക്ക് കിട്ടിയില്ലല്ലോ. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ചരിത്രകാരൻ അല്ലെങ്കിൽ ലോകം കണ്ട ചരിത്രകാരൻ എന്ന് പറയുന്ന സർ വിജയലോകൻ. അതുപോലെ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ കലക്ടർ കരോലി, അവരൊക്കെ താമസിച്ചിട്ടും ഒരു അങ്ങാടി രൂപപ്പെടാതെ മുല്ലക്കോയത്തങ്ങൾ വന്നപ്പോൾ പുതിയ അങ്ങാടി രൂപപ്പെട്ടതാണ്. പുതിയ അങ്ങാടി ജനങ്ങൾ അത്രമാത്രം അദ്ദേഹത്തെ സഹായിച്ചു. ആളുകൾ അങ്ങോട്ട് ഒഴുകി. ആ ഡിപ്ലോമാറ്റ് ഏരിയയിൽ വലിയ ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന മേഖലയിൽ കേവലം ഒരു സൈനിക വന്ന് താമസിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് അകത്തെടുക്കാൻ വഴിയത്തോളം മലബാർ മാനുവൽ തയ്യാറാക്കാൻ സർ വില്യം ലോഗൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ത്വയ്ബത്തുൽ മുജാഹിദീൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളോടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത്ര വലിയ സ്ഥാനമാനം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നല്ലേ? ആ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കണം. മുല്ലക്കോയത്തങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ചെയ്യുന്ന നിർപ്പാത പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ സംഘടനയായ സമത്വകേന്ദ്ര ജംഇയ്യത്തുലമ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ-ഇസ്ലാമിന്റെ നേർരേഖ മാത്രം. ഈ കേരളക്കരയിൽ 500കളിൽ വലിയ ദർസുണ്ട് പൊന്നാനിയിൽ. 600കളിൽ പൊന്നാനിയിൽ നിന്നും ഒരു ബ്രാഞ്ചായി രൂപപ്പെട്ട മസ്ജിദ് സാഹിബി ബർക്കത്ത് കുബ്ര എന്ന് പറയുന്ന വലിയ ഉളങ്ങരപ്പള്ളിയിൽ വമ്പിച്ച ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പൊന്നാനിൽ അബ്ദുറഹിമാൻ ഷെയ്ഖ് തങ്ങളടക്കമുള്ള, പൊന്നാനിക്ക് സമീപം ദാരൂരിൽ അബ്ദുറഹിമാൻ ഷെയ്ഖ് തങ്ങളടക്കമുള്ള മഹത്തുക്കൾ ദർസ് നടത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞ് ഇത്ര വർഷം 1111 ജനിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഈ ആള് ജനിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മഖ്ദൂമുമാർ ഇസ്ലാം എന്നത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മഖ്ദൂമുമാരുടെ കാലഘട്ടത്തിൽ ദീൻ പഠിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് 921 ഈ ചിന്ത ഇറക്കുമതി ചെയ്യുന്നത്. ആരാണ് ഈ ചിന്തക്ക് അസ്ഥിവാരം കുറിച്ചത്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ വഹാബ് അടക്കം, സഹോദരൻ ഷെയ്ഖ് സുലൈമാൻ അടക്കം, അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ 2 പേരടക്കം പ്രമുഖർ അദ്ദേഹത്തിന്റെ പാത തെറ്റാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അസ്സവായ കുലിയാദിയ എന്ന ഗ്രന്ഥം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സഹോദരൻ ഷെയ്ഖ് സുലൈമാൻ എഴുതിയതല്ലേ? അദ്ദേഹം തന്റെ സഹോദരനെ കുറിച്ച് മാലിലും മുന്നിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവര്യന്മാര് പറഞ്ഞു, പിതാവ് പറഞ്ഞു, സഹോദരൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു വ്യക്തി ലോകത്ത് ചെയ്ത സേവന പ്രവർത്തനം എന്താണ്? മക്ബറകൾ തട്ടിത്തകർക്കുന്ന സംസ്കാരം, പൂർവീക മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര സ്മാരകങ്ങൾക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിക്കുന്ന സമീപനം, ഭരണകൂടത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഒരു പ്രദേശത്തെ ഭരണകൂടത്തിന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ആശയപ്രചരണത്തിന് അവരുടെ ഒത്താശ വാങ്ങിയിട്ട് അടിസ്ഥാനപരമായി ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നതിന് പകരം ആയുധം കൊണ്ട് ദീൻ വളർത്തുന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം ചെയ്തത്. ഏറ്റവും വലിയ അപകടകരമായ പ്രവർത്തനം. ഇന്ത്യയിൽ പോലും, ഇന്ത്യ മഹാരാജ്യത്ത് പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നൽകിയിട്ടാണ് നിങ്ങൾ നിങ്ങൾക്കവൻ ജാംഷിദ് മലാനി എന്താ പറഞ്ഞത്? വഹാബിസത്തിന്റെ പ്രചരണത്തിൽ വാളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ചരിത്ര സഭയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത് ഇസ്ലാമിൽ പോലും നാളെടുക്കുന്ന വാളിന്റെ പ്രചരണം ലോകത്ത് നടത്തിയത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചിന്തകളാണ്.
ഇബ്നു അബ്ദുൽ വഹാബിന് ഒത്താശ കൊടുത്ത ഭരണകൂടം അവർക്ക് മരണത്തിന്റെ ശീതളച്ചായയിൽ നല്ല സുഖ സൗകര്യത്തോടു കൂടി ഭരിക്കാൻ സൗകര്യത്തിന് കൊടുത്തപ്പോ ഈ ആശയപ്രചരണത്തിനോട് സൗകര്യത്തിന് കൊടുത്തു. പരത്തി പറയാൻ സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ട് കളയുകയാണ്. ഈ രീതിയിൽ പ്രചരിപ്പിച്ച ഈ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ചതോ ഒന്ന് ഏറ്റുപിടിച്ചത് ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് ഇത് സലഫികളുടെ ഒരു വിഭാഗം പറയുന്ന മാസോണിസ്റ്റാണ്. ലോക മുസ്ലിം ചാനലുകൾ അദ്ദേഹം എന്ന പരസ്യമായി എഴുതിയവർ പ്രചരിപ്പിച്ചവർ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പലരും ജമാലുദ്ദീൻ അഫ്ഗാനിയെ ചാനൽ എന്ന് തന്നെയാണ് ഉപയോഗത്തുള്ളത്. രണ്ടാമത്തെ ആളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചിന്ത പ്രചരിപ്പിച്ച മറ്റൊരാൾ നമുക്കറിയാമല്ലോ. വളരെ വ്യക്തമായി മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് ബൈറൂട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യൂസുഫിന്റെ ബുഖാരി തങ്ങൾ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തനി മോഡലിസ്റ്റ്, തനി ചമോഡലിസ്റ്റ്, അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ ഇസ്ലാമിന്റെ അടിത്തറകൾ അംഗീകരിക്കാത്ത വ്യക്തി യൂസുഫിന്റെ ബുഖാരി തങ്ങൾ വളരെ മനോഹരമായി ഇതേക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നോട് വളരെ റഷീദ് തിരുവ ശരിക്കും ബ്രിട്ടീഷ് ചാരനായി. ബ്രിട്ടീഷ് ചാരനത്തിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായിരുന്ന മൗലാന മുഹമ്മദിനെ അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങ് വേൾഡ് മുസ്ലിം ഓർഗനൈസേഷന്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ബ്രിട്ടീഷുകാരൻ ന്യായീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന വാദക്കാരൻ അതിന്റെ ലേഖനത്തിലൂടെ മൗലാന മുഹമ്മദിനെയും റഷീദിനെയും നമ്മൾ ഏറ്റുമുട്ടിയ ചരിത്രമല്ലേ. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോക മുസ്ലിം ചാരൻ എന്നറിയപ്പെടുന്ന റഷീദിന്റെ ചിന്ത, മാസോണിസ്റ്റായ അഫ്ഗാനിയുടെ ചിന്ത, മോഡലിസ്റ്റായിരുന്ന മുഹമ്മദ് അബ്ദുലിന്റെ ചിന്ത, അത് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചതാരാ? അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മൗലിദ് ഓതിയാൽ പുറത്തു പോകേണ്ട ഗതിയുണ്ട് എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മൗലിദ് ഓതിയാൽ ദീനിന് പുറത്തു പൊതുഭൂരിപക്ഷം ആളുകൾ ഇസ്ലാമിന്റെ പുറത്താക്കുന്ന ഏർപ്പാട് പുറത്തെടുത്തില്ല. ആളുകളുടെ മുഷിരിക്കാക്കുന്ന ഏർപ്പാട് എത്രത്തോളം ആളുകളുടെ പുറത്ത് ആദരവ് ഈ സമൂഹത്തിന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആദരവ് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് ഇസ്ലാമിന്റെ പഠിപ്പ് പുറത്താക്കുന്ന ഏർപ്പാട്. എത്ര വലിയ കടുത്ത തോക്കിയതുമാക്കിയാണ് ശരി. ആദരവ് അവന്റെ മനസ്സിലില്ലെങ്കിൽ, അംഗമല്ല ഇല്ലെങ്കിൽ അവൻ മതത്തിന്റെ ബാലപാഠം പോലും പഠിച്ചവനല്ലോ. നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന ഉദാഹരണമാണ് ഒരാൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ചെന്ന ഉദാഹരണം. അവിടെ ചെന്നാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ ഏറ്റവും പുണ്യപ്പെട്ട ഒരു തവാഫാണ്. ആ തവാഫ് കർമ്മം ഒരാൾ നിർവഹിച്ചാൽ അതിന് അനുബന്ധമായി നിർവഹിക്കേണ്ടത് 2 റക്അത്ത് നമസ്കാരമാണ്. ആ 2 റക്അത്ത് നമസ്കാരം ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നമസ്കരിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അസ്സാറല്ലോ ഒരു കടുത്ത തൗഹീദുമായി മനസ്സിൽ കരുതുന്നു. ഈ പരിശുദ്ധമായ ഹറം പള്ളിക്കുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ വേണ്ടി നമസ്കരിക്കുമെന്നാണ് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിൽക്കുന്നത്. ഇബ്രാഹിം മഖാം കേവലം ഒരു കല്ലാണ്. ആ കല്ലിന്റെ മുകളിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാദമുണ്ട്. അള്ളാഹുവിനെ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ സുജൂദിന്റെ മുമ്പിൽ എന്തിനാ ഒരാളെ കാലും ആ കാല് വെച്ച കാര്യത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു തൗഹീദുമായി കരുതിയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതിനെ ഇസ്ലാമിന്റെ പണിക്ക് പുറത്തു പോകും. അവിടെ ആദരവ് ഇബ്രാഹിം നബിക്കും ആരാധന പടച്ചറപ്പിനും ആദരവ് ഇബ്രാഹിം നബി തകർക്കും. അത് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഇത് രണ്ടും കൂട്ടിക്കുടച്ചു ആളുകളിവിടെ. അത് കൂട്ടിക്കുടച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രചരണങ്ങൾ നടത്തി. അതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപകടം. എന്നിട്ടോ അവരെവിടെ പ്രസംഗിച്ചാലും സംഭവിക്കുന്നില്ല. എവിടെ അവരെ പ്രസംഗിച്ചാലും നോക്കുന്നത് അവർ ഏത് കാലത്ത് എങ്ങനെ പ്രസംഗിച്ചാലും ശരി. അവരാദ്യം ഒന്ന് മക്ക മുസ്ലിക്കീങ്ങൾക്ക് ഇറങ്ങിയ എല്ലാ ആയത്തുകളും മക്ക മുസ്ലിക്കീങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത സകല ആയത്തുകളും അവരുടെ വിമാനാഥനെ കുറിച്ചും അള്ളാഹുവിനെ പ്രാർത്ഥിക്കുറിച്ചും ആ സമൂഹം എന്തൊക്കെ ചെയ്തിരുന്നു അതിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും വളരെ വ്യക്തമായി കുറെ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ആ ആയത്തുകൾ മുഴുവൻ അവർ ഇന്ന് സ്റ്റേജിലെത്തിയോട് മാർക്കെതിരെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ നമ്മളെ പഠിപ്പിച്ചു. മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ആയത്തിലേക്ക് അവർ പോകും. അത് മുഴുവൻ മുഅ്മിനീങ്ങളുടെ മേൽ ചുമത്തുമാവാം. മുശ്രിക്കീങ്ങൾക്കെതിരെ ഇറങ്ങിയ സകല ആയത്തുകളും മുഅ്മിനീങ്ങൾക്ക് മേൽ അവർ ചുമത്തിക്കൊണ്ട് നമ്മുടെ മുഴുവൻ മുശ്രിക്കായതുകൊണ്ടുള്ള പ്രസംഗം, നമ്മുടെ മുഴുവൻ ഇസ്ലാമിന്റെ പള്ളിക്ക് പുറത്തു പോകുന്ന പ്രസംഗം, ആ പ്രസംഗം നടത്തിയ സമൂഹത്തിൽ അപകടകരമായ പ്രവർത്തനം നടക്കും. ഒരു മക്കബറിൽ നിന്ന് കീറിപ്പോയ നബി ഇസ്ലാമിന്റെ പടിക്ക് പുറത്തായി. യാവൂത്തുൽ വിളിച്ചു പോയാൽ പിന്നെ മുശ്രിക്കായി ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുപോയി എന്ന അപകടം. പരിശുദ്ധത്തിൽ പരിശുദ്ധ ഖുർആൻ പോലും ഓതാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഭിന്നത. ഈ മുസ്ലിം ഉമ്മത്തിന് ആദ്യമായി ഈ ഭിന്നതയ്ക്ക് തുടക്കമിട്ടതാണ് ചരിത്രം പറയട്ടെ. നമ്മളിവിടെ നാടുകളുടെ പള്ളി ഉണ്ടാക്കി ഭാരതത്തിന്റെ അഭിമുഖങ്ങളും കൂട്ടരും പിന്നീട് ഉമ്മത്തെ പള്ളി നിർമ്മിച്ചു. എന്തിന്? ആരാധന. ഇവര് പള്ളി നിർമ്മിച്ചതോ നമ്മുടെ അങ്ങാടിയിൽ പള്ളിക്ക് മുമ്പിൽ എന്തിനാ പള്ളി നിർമ്മിച്ചത്? 20 ആൾക്കാർക്കുള്ള തറാവീഹ് 8 ആക്കാൻ. ആരാ കേവലീയ മുസ്ലിങ്ങളെ നിർമ്മിച്ചത്? നമ്മുടെ പള്ളിക്ക് പുതിയ പള്ളി എത്തിയതിന് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ
നമ്മുടെ പള്ളിക്ക് മുമ്പിൽ അപ്പുറത്ത് തന്നെ വേറെ പള്ളി ഉണ്ടാക്കി ഒരങ്ങാടിൽ 4 ബാങ്ക് കൊടുക്കുന്ന ഏർപ്പാടാണ് ഉണ്ടാക്കിയത്. എന്തിനാ? ജുമാ ഖുതുബക്ക് ഒരു ബാങ്ക് മാത്രം കൊടുക്കാൻ. ഇന്നും പരിശുദ്ധ ഹറമൈൻ ശരീഫൈനിൽ ഇമാം മുൻപിൽ കയറിയാൽ ഒരു ബാങ്ക് വിളിക്കും, നേരത്തെ ഒരു ബാങ്ക് വിളിക്കും, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും. മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര പാരമ്പര്യം അങ്ങനെ തന്നെ തുടരുന്നു. എന്നിട്ട് പോലും നമ്മുടെ പള്ളികളിൽ ഒരു ബാങ്ക് കുറച്ചു, തറാവീഹിന്റെ റക്അത്ത് കുറച്ചു. മതത്തിൽ എന്തൊക്കെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാക്കിയവര് ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിൽ കൊണ്ടുവന്നു, ഉള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കി. ഖുതുബയെ കുറിച്ച് അത് ജനങ്ങൾക്ക് തീരാൻ വേണ്ടി മാത്രമാണെന്ന ലാഭബുദ്ധിയുള്ള പരാമർശമുണ്ടായി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവല്ലോ, ഇസ്ലാമിക പ്രബോധനം ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ടുണ്ട്. ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്. അമൃതനാശികളുടെ പ്രബോധനത്തിന് ഗവർണറായി പോയിട്ടുണ്ട്. ഈജിപ്തിലൊരു ഭാഷയിലേക്ക് തിബുത്തി ഭാഷ. തിബുത്തി ഭാഷയുടെ ഖുതുബ വല്ല രേഖയോടെ കാണുന്നുണ്ടോ? ചരിത്രത്തിൽ അങ്ങനെ രേഖയില്ല. കേരളത്തിലേക്ക് കടന്നു വന്ന മാലിക് പരിചാരം സംഘവും കടുക്കൊല്ലൂരിന്റെ പള്ളിയിൽ ഒരു മലയാളിക്ക് ഖുതുബ പഠിപ്പിച്ചിട്ട് ഖുതുബ ബോധിതമായിരുന്നത്. എന്നാൽ എത്രയോ ഇസ്ലാമിന് മൈലേജെടുത്തമായിരുന്നു, ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? ഖുതുബ എന്നാൽ അതിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് തീയലല്ലാത്തത് കൊണ്ട് തന്നെ. ഇത് സാധാരണക്കാരെ ചിന്തിച്ചാൽ അറിയാമല്ലോ, ജനങ്ങൾക്ക് തീയണമെന്ന് കരുതാൻ 2 ഖുതുബ ഒന്നിച്ചങ്ങ് ഉയർത്തിയില്ലേ? അതിനടുത്ത് ഇന്ന് എഴുന്നേൽക്കേണ്ട വല്ല എക്സസൈസ് ഉണ്ടോ? ഇല്ലല്ലോ. അതിനെന്തിനാ ഉറവ്? ആ കർമ്മം ആരാധനാ കർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ 2 ഖുതുബ. അതിന് ചില നിബന്ധനകൾ, അതിന്റെ ശർത്തത്വ പ്രസക്തമാകുമ്പോൾ മാത്രമേ അത് ഖുതുബയാകുന്നുള്ളൂ. ഞാൻ അതിന്റെ വിവരണത്തിലേക്കും അടിസ്ഥാനാശയത്തിലേക്കും വന്നു പോകുന്നതിന്റെ സമയക്കുറവുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഭിന്നത നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നത് സമത്വ കേരള ജമീയത്തുലമയല്ല. ഭിന്നത നമ്മുടെ കേരളത്തിലുള്ളത് ഇല്ലാതെയാക്കാൻ സമത്വ കേരള ജമീയത്തുലമ മുന്നോട്ട് വന്നത്. ഈ സമത്വ കേരള ജമീയത്തുലമ ഇത്ര വലിയ ജനസമൂഹത്തിന്റെ പുസ്തകാലയം കെട്ടിപ്പടുത്തവരില്ലേ? ഇവിടെ സ്വാധീനമെടുത്തുകൊണ്ട് കഴിഞ്ഞില്ല. സാമ്പത്തിക വിപ്ലവം കൊണ്ടാണോ നമ്മുടെ സമൂഹത്തിൽ സ്ഥാനം നേടിയത്? അല്ല. നമ്മുടെ ഈ സമൂഹത്തിൽ സ്ഥാനം നേടിയതും നമ്മുടെ ഈ സമൂഹത്തിനുള്ളിൽ ഇന്ന് അറിയപ്പെടുന്നവരെ പ്രസ്ഥാനമായി വളർന്നതും ഞാൻ മനസ്സിലാക്കുന്നു ഒന്നാമതായി ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ പവിത്രത കൊണ്ടാണ്. സമത്വ കേരള ജമീയത്തുലമ ആലയം ഉയർത്തിപ്പിടിച്ച ആദർശം അല്ലാഹുവിന്റെ പരിശുദ്ധത്തിന്റെ നേർരേഖയാണ്. സത്യത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടി ജനങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുക്കും പവിത്ര ജീവിതം നയിച്ചവരുമാണ്. സകല മനുഷ്യരും പവിത്ര ആവശ്യമുള്ള ആളുകൾ, പവിത്രമായ വ്യക്തിത്വത്തിന്റെ ഉടമകൾ, ഒരു പുതുക്കുത്ത പോലുമില്ലാത്തവർ. ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ശത്രുക്കൾ പോലും എഴുതി വെച്ച രേഖകൾ പരിശോധിച്ചാൽ മതി. ശത്രുക്കൾ എഴുതി വെച്ചായെന്ന് പറഞ്ഞാൽ ആദർശപരമായ ശത്രുക്കളാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കാണുമ്പോൾ ഈ സംഘത്തെ നയിക്കുന്ന 2 മഹത്തുക്കൾ, ഒന്ന് ഹരീസ് മഹദിയും കന്യത്തഹമുസ്ലിയാർ, മറ്റൊന്ന് ശംസുലുള്ള നവ്വറല്ലാഹു മർത്തഹുമ. ആ 2 മഹത്തുക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആ 2 മഹത്തുക്കളെ കുറിച്ച് മാത്രം നോക്കുക. ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായവരെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ 2 മഹത്തുക്കളിൽ കന്യത്തുത്താവിന്റെ ജീവിത വിശുദ്ധി കേട്ട ഏറ്റവും വലിയ അംഗീകാരമല്ലേ അദ്ദേഹം മരണപ്പെട്ടപ്പോ വാഴക്കാട്ട് 5 തവണയാണ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ച. 5 തവണ വാഴക്കാട് ഗ്രൗണ്ടിൽ 5 തവണ മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചെങ്കിൽ നിങ്ങളും നോക്കണം. അദ്ദേഹം മരണപ്പെട്ടത് ഞായറാഴ്ച രാത്രി 10 മണി കഴിഞ്ഞിട്ട്. പത്രങ്ങളിൽ മാന്യമായ വാർത്ത പോലും പ്രസിദ്ധീകരിക്കുന്ന സമയം വന്ന് കഴിഞ്ഞുപോയി. എന്നിട്ട് പോലും പിറ്റേ ദിവസം ജനങ്ങൾ മുഴുവൻ ഒഴിക്കുകൊണ്ട് അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ ഒരു കബൂലിയൊക്കെ വെച്ചു കൊടുത്തു. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ കുറിച്ച് സ്നേഹം ജനിപ്പിക്കുന്ന വിധം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളംബരം നടത്താൻ കൽപ്പിക്കും. ഈ വിളംബരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചു ഭൂമിയിൽ ഒരു കബൂലിയത്ത് പടച്ചർക്ക് വെച്ചു കൊടുക്കുന്ന പറഞ്ഞു. ഭൂമിയിൽ നിന്നാണ്, മുസ്ലിങ്ങളിൽ നിന്നല്ല പറഞ്ഞത്. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും എത്രത്തോളം ചെറുശേരിസ്ഥാനിന്റെ പ്രസംഗത്തിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കന്യത്തുത്താവിന്റെ വീട്ടിലേക്ക് വഴി കൊടുത്തത് ഹിന്ദു പ്രവർത്തകരാണ്. മുസ്ലിങ്ങൾ RSSുമായി ബന്ധമുള്ള പ്രവർത്തകർ. അവർ വീട് വഴി കൊടുക്കാൻ കാരണം കണ്ണിയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തേ കണ്ണിയത്തിനാണെങ്കിൽ കൊടുക്കാം. എന്തേ കാരണം? അള്ളാഹു ഭൂമിയിൽ ഒരു കബൂലിയത്ത് വെച്ച് കൊടുക്കുകയാണ്. അത് പവിത്ര വ്യക്തിത്വത്തിന്റെ മകളുടെ ഉദാഹരണമാണ്. ആ ഈ സുന്നഹദ്ദീനിൽ മരണപ്പെട്ടപ്പോ ഇത്ര വലിയ ജനാസ സംസ്കാരം നടന്നപ്പോ മരണപ്പെടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്ന പ്രൊഫസർ മങ്കറത്തുൽ അസീസ് മൗലവി ഒരു പത്രത്തിലെഴുതി മരിക്കുന്ന മുജാഹിദിന്റെ പ്രസിഡന്റാണ്. ജീവിതകാലത്ത് മുഴുവൻ അദ്ദേഹം ഈ വിദഗ്ധ പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ പ്രവർത്തനം ഒരുങ്ങി വെച്ച വ്യക്തിയാണ്. കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. ആശയമതായിരുന്നു പ്രൊഫസർ മങ്കറത്തുൽ അസീസ് മൗലവി മരിക്കുമ്പോ KNM വിടുന്നപ്പോൾ ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദർശത്തിന് മനസ്സിലാക്കാനോ ചരിത്രത്തിലെഴുതി ഞാൻ പത്രമെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതര വർഷം 241 ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ മരിച്ചപ്പോ ജനാസ നമസ്കാരത്തിൽ 8 ലക്ഷം ആളുകൾ പങ്കെടുത്തു. 8 ആളുകളുടെ അതിലെ മഹാമയ്യത്ത് നമസ്കാരം ഇബ്നു ഖല്ലിക്കാൻ ഉദ്ധരിച്ചുകൊണ്ട് ആ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു,
ഒരുപാട് ചരിത്രമൊക്കെ വ്യക്തി കൂടിയാണ് പ്രൊഫസർ മങ്കട. അദ്ദേഹം ഇവരെ കല്ലിക്കാരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തത്തുല്യമായ ജനക്കൂട്ടം ഒരു ജനാധാ സംസ്കാര ചടങ്ങിൽ കണ്ടത് വാഴക്കാട്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം, കൂടിയാൽ 6 ലക്ഷം. കണക്കാക്കാൻ മാനദണ്ഡമില്ലാത്തത് കൊണ്ട് രണ്ടിന്റെയും മധ്യത്തിലുള്ള 5 ലക്ഷം എന്ന് ഉറപ്പിച്ചു പറയാം. മുജാഹിദിന്റെ പ്രസിഡന്റായിട്ട് സമസ്ത ഉഷാറാവണ്ട. നിങ്ങൾ ചിന്തിക്കണം, എതിരാളിയുടെ ഒരു സാക്ഷ്യപത്രമാണത്. അതെന്തുകൊണ്ട്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ മഹിമ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന് കൊടുത്ത മഹത്വമാണത്. ആ കാലഘട്ടത്തിൽ നമ്മൾ നയിച്ച ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കഴിയത്തുന്നതിന്റെ അവസ്ഥയിലെങ്കിൽ ശംസുലമയെ കുറിച്ച് ഓർത്ത് നോക്ക് നിങ്ങൾ. ശംസുലമയെ കുറിച്ച് ഈയിടെ അവിചാരിതമായി എന്റെ മുമ്പിൽ ഒരു ലേഖനം ശ്രദ്ധിക്കപ്പെട്ടു. അവിചാരിതമായി വിദേശ മക്കയിൽ നമ്മുടെ കൊണ്ടോട്ടി മണ്ഡലം KMCC-ക്കാർ പ്രസിദ്ധീകരിച്ച ഒരു വലിയ പുസ്തകമുണ്ട്, റഹീമേശ്വരിയുടെ ലേഖനങ്ങൾ. റഹീമേശ്വരി പത്രപ്രവർത്തകനായിരുന്നല്ലോ. റഹീമേശ്വരിയുടെ ലേഖനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർ പ്രസിദ്ധീകരിച്ച കൊണ്ടോട്ടി മണ്ഡലം KMCC പ്രസിദ്ധീകരിച്ച പുസ്തകം ഇപ്പോഴും വാങ്ങുന്നുണ്ട്. വലിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ 641 പേജിലാണ് എന്റെ ഓർമ്മ. റഹീമേശ്വരിയുടെ അനുഭവമാണ്. അദ്ദേഹം ഒരു പാരഗ്രാഫ് മുഴുവൻ അദ്ദേഹം ശംസുലമയെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ആ പാരഗ്രാഫിൽ അദ്ദേഹം അതിന് കുറ്റിപ്പുറത്ത് മുജാഹിദിന്റെ സമ്മേളനം നടക്കുന്ന രംഗം. കേരളത്തിൽ സമൂഹത്തിന് എതിരാളികളാണ്. കുറ്റിപ്പുറത്ത് മുജാഹിദ് വിഭാഗത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ആ സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു അതിഥിയായി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബഹുമാനായ റഹീമേശ്വരി ചെന്നു. അദ്ദേഹം പറഞ്ഞു, സമ്മേളനം ആരംഭിക്കാൻ അല്പം സമയം ബാക്കിയുണ്ട്. സ്റ്റേജിന്റെ പകുതിവശത്തിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇരുത്തമണ്ണ മുജാഹിദ് പണ്ഡിതന്മാരെല്ലാവരും ഉണ്ട്. പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ ഇരിക്കുന്ന വേദിയിൽ ഒരാൾക്ക് ഒരു ചർച്ച കൊണ്ടുവന്നു. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം. ആ ചർച്ചകൾ കൊണ്ടുപോയി സമയമുണ്ടായതുകൊണ്ട് ആ ചർച്ചയ്ക്കിടയിൽ ഒരാൾ മർക്കസുൽ ബിഷാറ മിഷണറി പ്രവർത്തനം ഇവയൊക്കെ ചർച്ച കൊണ്ടുവന്നു. ആ ചർച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോൾ റഹീമേശ്വരി എഴുതിയ വാചകം ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖനായ ഒരു മുജാഹിദ് പണ്ഡിതൻ തുറന്നു പറഞ്ഞു. ആരെന്തൊക്കെ പറഞ്ഞാലും മഞ്ചേരിയിലെ മർക്കസുൽ ബിഷാറ എന്ന മിഷണറി പ്രസ്ഥാനത്തിന്റെ പേരെടുത്തത് EK അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയുടെ ബുദ്ധിശക്തി കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കേരളത്തിന്റെ സമ്മേളനത്തിൽ ശംസുലമയെ സംബന്ധിച്ചിട്ട് അവർ സ്റ്റേജിൽ കയറുന്നു. പോകണം. അതായത് പ്രത്യേകത റഹീമേശ്വരിയായിരുന്നു. ഇപ്പോഴും മുസ്ലിമാണെന്നിട്ട് ഞാൻ വിടുവായിട്ട് പറയുകയല്ല. നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽ നയിച്ച മഹത്വങ്ങളെ എതിരാളികൾ പോലും എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതിന്റെ അതിശക്തമായ ഉദാഹരണം പടച്ചറപ്പ് നമുക്ക് കാണിച്ചു തരികയാണ്. ഈ 2 മഹത്വങ്ങളെ എതിരാളികൾ എങ്ങനെ ബഹുമാനിക്കുമ്പോ അവരുടെ ആ ഗുരുത്വം നഷ്ടപ്പെടുത്തിയതിൽ തിരിച്ചുപോയ ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അവരെ കുറിച്ച് ഈ പറയാതിരിക്കുന്നതിന് ഏറ്റവും നല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കും. അവർ കേരളത്തിൽ എന്ത് ചരിത്രത്തിന്റെ കാര്യമാണ്? പള്ളി ഉണ്ടാക്കുന്നതിന്റെ കാര്യമാണോ? പത്മശ്രീ MK വേണമാണ് നാദാപുരത്തിൽ പള്ളി ഉണ്ടാക്കി ആയോധന കേട്ടോ. ബാബുശ്ശേരി പകർപ്പായ യോഗത്തിന് ഇപ്പോൾ 4 പങ്കെടുത്തു. പത്മശ്രീ MK വേണം ഉണ്ടാക്കിയ പള്ളി. ഇടുക്കി ജില്ലയിൽ ഒരു വിജയൻ ഒരു പള്ളി ഉണ്ടാക്കി സാരികരി ശാസ്ത്രങ്ങൾ ഉദ്ഘാടനം ഞാൻ പങ്കെടുക്കുന്നു. വിജയനെ സമയത്തിന്റെ ഉത്സാഹം ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച പള്ളി ഉണ്ടാക്കണമെന്ന് പറയുന്നത് ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം വെച്ചുകൊണ്ട് ഒരു വ്യക്തി നടത്താൻ പാടില്ല. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ എങ്ങോട്ടും നന്ദിന്ന് നടക്കണ്ട. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു. അതല്ല സമൂഹത്തിൽ പ്രശ്നം. നമ്മുടെ സമൂഹത്തിൽ അവർ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. നിങ്ങൾ ഈ 2 ഗുരുവര്യന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മഹത്വം മനസ്സിലാക്കിയിട്ട് അവരെ ധിക്കരിച്ച് പുറത്തുപോയ ആളുകൾ സമൂഹത്തിലുണ്ടാക്കിയ അപകടമാണ്. നമ്മൾ ഓരോരുത്തരും സഗൗരവം ചിന്തിക്കേണ്ട കാര്യമാണത്. അത് ചെറിയ വിഷയമായിട്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിൽ അവരുണ്ടാക്കിയ ഭിന്നത്തിനെ കുറിച്ച് നമ്മൾ മറക്കാൻ പാടില്ല. ഞാനൊരു പുതിയ ഭിന്നതയ്ക്ക് വേണ്ടി പറയുന്നതല്ല, മറിച്ച് നമ്മുടെ കേരളീയ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി വരുന്നൊരു കാലഘട്ടം. സമസ്ത കേരള ജമിയത്തുമായി ചരിത്രമെന്താ? പാണക്കാട് സയ്യിദ് കുടുംബവുമായി സമസ്ത കേരള ജമിയത്തുള്ള മക്കളുടെ ബന്ധം അർത്ഥമൊഴിക്കാൻ പറ്റുമോ? നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ബാപ്പക്കിതങ്ങൾ, മഹാനായ സയ്യിദ് ഇമാം ബാപ്പക്കിതങ്ങൾ സമസ്ത കേരള ജമിയത്തുള്ളവരുമായിട്ട് മുഷാവറയിലായിരുന്നല്ലോ. അദ്ദേഹത്തിന് പാണ്ഡികശാലയിൽ സമസ്ത കേരള ജമിയത്തുള്ളവരുടെ മുഷാവറ ചേർന്നിട്ടുണ്ട്. ആ മഹാനായ ബാപ്പക്കിതങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് നിർമ്മിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ബാപ്പക്കിതങ്ങളും സമസ്തയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിരുന്നു. ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കാലത്ത് അന്ത്യവിശ്രമം കൊടുക്കുന്നു. അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയാണ്. ആ മഹാനായ ബാപ്പക്കിതങ്ങൾ തന്നെ പൂക്കോട്ടങ്ങൾ നോക്കുന്നത് 1968 മുതൽ ബാപ്പക്കിതങ്ങൾ സുന്നി വികസനത്തിന്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പൂക്കോട്ടങ്ങൾ സുന്നി വികസനത്തിന്റെ പ്രസിഡന്റാണ്. സുന്നി വികസന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട പൂക്കോട്ടങ്ങൾ വരുമ്പോ അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് പദത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജമിയത്തുള്ളവരുടെ ഊന്നുവടി എന്നറിയപ്പെടുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ്. ആ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ബഹുമാനപ്പെട്ടവർ ഇരിക്കുമെന്ന് മനസ്സിലാക്കണം. ആ മഹാനുഭാവന് സുന്നി യുവജന സംഘത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തു. സുന്നി യുവജന സംഘത്തിൽ ജനകീയ പ്രസ്ഥാനമാക്കുവാൻ സുശ്രീയാറിനൊപ്പം സുന്നി യുവജന സംഘത്തിൽ ജനകീയമാക്കുന്നതിൽ പൂക്കോട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവിടെ നിന്നോട്ട് പോന്നാൽ
ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മുതൽ അദ്ദേഹത്തിന്റെ ചേട്ടൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആ പാലക്കാട് കുടുംബത്തിലെ പ്രമുഖരായ സയ്യിദന്മാർ മുഴുവൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഘടകങ്ങളുമായി നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ നയിച്ചവരാണ്. കേരളത്തിൽ ഒരുപാട് മഹല്ലത്തുകളെ കാലസ്ഥാനം വഹിച്ചവരാണ്. ഈ മഹത്വങ്ങൾക്കെതിരെ കേരളത്തിൽ കലാപകൊടിയെത്തിയതാരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ മഹത്വങ്ങൾക്ക് കേരളത്തിലുള്ള പദവിജന സമൂഹത്തെ പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ കാദിയായ 100 കണക്കിന് മഹല്ലുകളുടെ ജില്ലയിൽ ജില്ലാ കാദിയെ തലക്കുമീതെ കൊണ്ടുവന്ന് അവരോധിച്ചതാരാ? പുതിയ ബിജെപി സമൂഹത്തിൽ സത്യത്തിൽ നമ്മൾ മറക്കാൻ പാടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ കാദിയായ മഹല്ലത്തുകൾ 100 കണക്കുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലുള്ള ജില്ലയിൽ ആ ജില്ലയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കാദിയായിരിക്കെ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് മുകളിൽ ജില്ലാ കാദി വരേണ്ട കാര്യം എന്തായിരുന്നു? നമ്മളൊക്കെ പണ്ട് മുതലേ മാസം ഉറപ്പിച്ചത് ഒന്നുകിൽ കോഴിക്കോട്ട് കാദിമാരുടെ പ്രഖ്യാപനം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ പാലക്കാട്ട് നിന്നുള്ള പ്രഖ്യാപനം കേട്ടുകൊണ്ട്, രണ്ടുമായാൽ രണ്ടു കൂട്ടം ആലോചിച്ചാൽ നേരത്തെ പ്രഖ്യാപിച്ചത് കോഴിക്കോട്ട് കാദിമാരും പാലക്കാട് തങ്ങന്മാരും കുടുംബപരമായി ബന്ധപ്പെട്ടവരാണ്. സെയ്ദ് ശിഹാബുദ്ദീൻ ഇച്ചിക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ജാമാതാവായിരുന്നല്ലോ. ആ രണ്ടുപേരും ഇപ്പോഴും സെയ്ദ് ശിഹാബുദ്ദീൻ ഇച്ചിക്കോയത്തങ്ങൾ അന്ത്യവിശ്രമം കൊടുത്തത് പാലക്കാട്ടാണ്. ബഹുമാനപ്പെട്ട പാലക്കാട് കുടുംബത്തിൽ തങ്ങളാണ്. ആ കോഴിക്കോട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ആലോചിച്ച് മാസം ഉറപ്പിച്ചിരുന്ന ഒരു ഐക്യ സ്വഭാവം കേരളത്തിലുണ്ടായിരുന്നു. ആരാധന ചരിത്രം പറയട്ടെ. കേരളത്തിലൊരു പൂർവ്വകാല ചരിത്രമുണ്ട്. മാസം ഉറപ്പിക്കുന്ന കാര്യത്തിൽ ഭിന്നിപ്പില്ലാത്ത ചരിത്രം, ആരാധനയുടെ വിഷയത്തിൽ ഭിന്നിപ്പില്ലാത്ത ചരിത്രം, നോമ്പും പെരുന്നാളും ഒക്കെ സമൂഹത്തിന്റെ ആരാധനാ വിഷയങ്ങളാണ്. ആ വിഷയത്തെ കേരളത്തിൽ ഭിന്നിപ്പിച്ചതാരാ? ചരിത്രം പറയട്ടെ. നാളത്തെ ചരിത്രകാരന്മാർ എഴുതേണ്ടി വരും. അത്തരം ഒരു ഭിന്നിപ്പിലൂടെ കൊണ്ടുവന്നത് ഐക്യസംഘം ഉണ്ടാക്കിയവരെ പോലെ, നിഷ്പക്ഷ സംഘം ഉണ്ടാക്കിയവരെ പോലെ ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലും ശ്രദ്ധാണെന്ന് പറഞ്ഞ പുതിയ ചിന്ത കൊണ്ടുവന്നവരെ പോലെ പുതിയ കാദിയെ കൊണ്ടുവന്നവർ തന്നെയാണെന്ന് ചരിത്രമെടുക്കും. അത് പുതിയ വിധത്താണ്. അതിന് വിധത്തിലല്ലാതെ വരുന്ന പറയുന്നത് സത്യത്തിൽ ഈ സമൂഹത്തിൽ അപകടകരമായ തീരുമാനമില്ലത്. ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ അവരെ എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് എന്താ ചെയ്യേണ്ടത്? കണ്ണൂരാകുന്ന ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഓർക്കണം നിങ്ങൾ, വളരെ ഗൗരവമുള്ള വിഷയമല്ലേത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതർ പഠിപ്പിച്ചതാണ്. അത്ര ഗൗരവത്തിനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അതിനെ സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ നോക്കണം. ആ ഒരു ഭിന്നത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്ത ആളുകൾക്ക് ചരിത്രം നോക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പറ. മാത്രമല്ല എന്തൊക്കെ അവർ ചെയ്തത്? ബാപ്പാപ്പാർ ഉണ്ടാക്കി വെച്ച മദ്രസകൾ നമ്മുടെ മദ്രസകൾ ചുമര് വെച്ചു. മനുഷ്യൻ ഇത്ര വശനായ രംഗം വേറെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കന്യത്തിന് തെറ്റുപറ്റിയോ? ശംസുകൾക്ക് തെറ്റുപറ്റിയോ? പാടകൾ പറഞ്ഞിട്ടോ? ഇത് പറയണ്ട. ഈ മഹത്വത്തെ സ്വീകരിച്ചുകൊണ്ട് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ എന്താ ഇവർ പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആരെയിൽ ഈ സമത്തെ കൊണ്ട് ചെന്ന് കെട്ടിയതിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആരെ കൊണ്ട് ചെന്ന് കെട്ടി രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വോട്ട് വരെ ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ ഈ കയ്യിൽ കൊണ്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിൽ ചെറിയ ആൾക്കാരുണ്ടെന്ന് പറയാം. ആ രീതിയിൽ സമൂഹത്തിൽ ഇലക്ഷനും വോട്ടിനും എതിരെ പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പുതിയൊരു ചിന്താഗതി ഉണ്ടാക്കി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആനയിൽ കൊണ്ടുപോയി സമത്തെ കെട്ടിയെന്ന് ആരോപിച്ചു. അവർക്ക് എന്ത് സംഭവിച്ചു? ചരിത്രമായിട്ട് ആരോപണങ്ങളൊക്കെ വിഴുങ്ങിയോ? അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞതോ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് അവർ പരസ്യമായി ബഹുമാനപ്പെട്ട ശംസുലിനെ ചെന്ന് തെറ്റെന്ന് പറഞ്ഞ സമൂഹത്തോട് പറഞ്ഞത് ശരീഅത്ത് സമ്മാനകാലത്ത് ശൈഖുനാ ശംസുലമ എല്ലാ വിഭാഗവുമായി ഒന്നിച്ചിരുന്നു എന്നുള്ളതാണ്. സമസ്തയുടെ ഭരണഘടന പ്രകാരം മുസ്ലിം സമൂഹത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശാധികാര സംരക്ഷണം അത് സമസ്തയുടെ ജനത്തിനുള്ള ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിന് വേണ്ടി ഒന്നിച്ചിരുന്ന വേദിയെ ശംസുലമയുടെ ആദർശ വ്യതിയാനമായി സമൂഹത്തിനെ അവർ ചിത്രീകരിച്ചു. ശംസുലമയുടെ ആദർശം തെളിച്ചുപോയി എന്നവർ പരസ്യമായി പറഞ്ഞു. അങ്ങനെ പ്രചരിച്ചുകൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കി. ആ സംഘടന ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. നിലവിലുള്ള മദ്രസയുടെ കേസ് കൂടാമെന്നോ പരസ്പരത്തിൽ ചുമര് വെച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വളരെ മനപ്രയാസപ്പെട്ടിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ബാബുശ്രീയുടെ മലപ്പുറം കലക്ടറേറ്റിൽ ചർച്ച നടന്നു. ചർച്ച നടന്നു. 2 മാസം പണ്ഡിതന്മാരുണ്ട്, 2 മാസം പ്രവർത്തകരുണ്ട്, എന്നെ പോലെ പ്രവർത്തകരും പണ്ഡിതന്മാർ. അപ്പുറത്തും ഇപ്പുറത്തും ആളുകളിരിക്കുക. ബാബുശ്രീയുടെ സാക്ഷിയാണ്. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ ആവശ്യം തിരുവനന്തപുരത്തിൽ മദ്രസ വീതം വെക്കലാണ്. കണ്ടു വളരെ വ്യക്തമായി പറഞ്ഞു. ഒരു മദ്രസ അത് ഏതൊരു ബോഡിയിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ബോഡിയുടെ സിലബസ് അനുസരിച്ച് അവിടെ പഠിപ്പിക്കും. പക്ഷെ ആ കൂടി നടക്കുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യണം. ആ സിലബസ് അനുസരിച്ച് പഠിക്കാൻ ചെയ്യാനുള്ള ഏത് കുട്ടി വന്നാലും പഠിപ്പിക്കണം. മതമാണ് അതിനെ പഠിപ്പിക്കില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ പഠിപ്പിക്കും. നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരു മദ്രസയിൽ ഏത് കുട്ടി വന്നാലും പഠിപ്പിക്കും. ആ കുട്ടികളുണ്ട്. അപ്പൊ ഇവർ പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ സിലബസ് പഠിപ്പിക്കണം. അപ്പൊ കരണ്ട പറഞ്ഞു നിങ്ങളുടെ സിലബസ് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ സിലബസ് പഠിപ്പിക്കുന്ന രീതിയിൽ മദ്രസ ഉണ്ടാക്കണേ. അവര് പറഞ്ഞ പൂർവികരായി ഞങ്ങൾ സമ്മാനം കൊടുത്തുണ്ടാക്കിയതാ. ഞങ്ങൾ വാപ്പപ്പാപ്പമാര് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പൂർവികാക്കൾ വക്കുവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പിതാക്കൾ വക്കുവ് ചെയ്തിട്ട് അംശം ഞങ്ങൾക്ക് കാണുക. അപ്പൊ നമ്മുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞു കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ സംഭവിച്ചു.
നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞു കേരളാകരണം വെളിയിലെല്ലാം കൂടി കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ വേണ്ടി ത്യാഗം ചെയ്തു. അവർ കോൺഗ്രസിൽ പോയപ്പോൾ ഇന്ദിരാഭവൻ അവകാശം ചോദിച്ചാൽ കിട്ടൂലല്ലോ. പാപ്പുണ്ടാക്കിയതാണെങ്കിൽ മോൻ ചോദിച്ചാൽ കിട്ടൂല, കിട്ടിയിട്ടില്ല. അത് ചോദിക്കാൻ അവകാശം ഉണ്ടാവില്ല. കാരണം എന്താ, ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ പുറത്തു പോയാൽ ചോദിച്ചിട്ട് പറയണ്ടോ? ചുരുക്കത്തിൽ അതിന്റെ പേരിൽ ചെറിയ തർക്കമുണ്ടായി. തർക്കം മൂർച്ഛിച്ചപ്പോൾ ബഹളം കൂടി. അവസാനം കലക്ടർ എഴുന്നേറ്റു. സുമന മേനോൻ എന്ന് പറയുന്ന ആ മുസ്ലിം പെണ്ണ് കലക്ടർ എഴുന്നേറ്റിട്ട് 2 വാക്ക് പറഞ്ഞു. തല കാട്ടിയിട്ട് നിങ്ങളൊക്കെ പോകുന്നത് എന്താ പറഞ്ഞിട്ടറിയോ? നിങ്ങളൊക്കെ തലപ്പാവുണ്ടാക്കിയ സമരജമ്യത്തിലുള്ള സമത്വയുടെ മദ്രസയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് ഈ വൃത്തികൾ സമൂഹത്തിലുണ്ടാക്കിയതാരാ? അവർക്ക് സമൂഹം വാക്ക് കൊടുക്കുമോ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അവരുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു സമത്വം കേസ് കൊടുത്തില്ല. അവരെ ഒരു പ്രവർത്തനത്തെ സമത്വം വികാരപ്പെടുത്തിയിട്ടില്ല. തടവ് പ്രചരിപ്പിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന സാധനം വെച്ചപ്പോൾ നമ്മൾ പുറത്ത് കറക്കി വന്നു കൊടുത്തപ്പോഴത് കണ്ണുകൂടിയാണ് നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ ചോദിച്ചു പറയുന്നു. ഈ സമൂഹത്തെ വഞ്ചിക്കുന്ന ഏത് പ്രവർത്തനം ആര് കൊണ്ടുവന്നാലും അതിനെതിരെ സമത്വ കേരള ജമീയത്തിനുള്ള നേതാക്കൾ പറയുന്നതനുസരിച്ചുകൊണ്ട് അതിശക്തമായ പടനീക്കം ഈ സംഘം നടത്തുക തന്നെ ചെയ്യും. ഈ സമത്വ കേരള ജമീയത്തിലുള്ള പ്രവർത്തനത്തെ ജനസമൂഹത്തിൽ അന്തസ്സായി ഉയർത്തിക്കാട്ടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുള്ളൂ. പക്ഷേ പള്ളികൾക്ക് ചുമടുവെച്ച് മദ്രസകൾ ചുമടുവെച്ച് സമൂഹത്തിൽ എന്തൊക്കെ വൃത്തികെട്ട വാദങ്ങൾ അവരുണ്ടാക്കി. ഇവർ ഈ സമൂഹത്തിലേക്ക് വർദ്ധിച്ചില്ല. ചിലരേലും വലിയ വാദങ്ങൾ ഉണ്ടാക്കി. സമൂഹത്തിൽ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ചു. മലപ്പുറത്ത് തൊലാഖ് സംവാദം നടന്നപ്പോൾ പോലീസുകാർ പോലും വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത്. തൊലാഖ് സംവാദം ഉസാനെ അപമാനിക്കുന്നതിന് വേണ്ടി തൊലാഖ് വിഷയത്തിൽ ബാഹ്യ വേണോ വേണ്ടത ചർച്ചയ്ക്ക് വേണ്ടി 2 കൂട്ടർ വേണ്ടത് 40 പേര് പുറത്ത് 40 പേര് അപ്പുറത്ത് ഈ സമൂഹത്തിന് മുന്നിലായി ചർച്ച. ബാഹ്യങ്ങനെ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ CA കുട്ടികൃഷ്ണൻ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ പായൽ എന്ന് ചോദിച്ചു. CA എന്ത് പായൽ? ഞാൻ അയാളോട് പറഞ്ഞു പായൽ എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന്. കാര്യം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞത് മുഹമ്മദ് വൈസ് എനിക്ക് ജോലിയാണ് പറഞ്ഞു. മുഹമ്മദ് വൈസ് പറഞ്ഞാൽ എന്താ ഈ പായൽ എന്ന് മനസ്സിലാക്കിയാണ്. അത് കർത്താവാണ്. കർത്താവിനൊക്കെ ബന്ധുപ്പെട്ട കർത്താവ് നിൽക്കുന്ന അർത്ഥം. അപ്പൊ മുഹമ്മദ് വൈസ് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് ഇവിടുന്ന് ഒരു ബസ്സിന് പോവാണെങ്കിൽ ഡ്രൈവർ വേണമെന്നാണ് ഞങ്ങൾ പറയാം. അവർ പറയാൻ ഡ്രൈവർ വേണ്ടാണ്. അത് പറ്റില്ല, ഡ്രൈവർ വേണമെന്നോ? വളരെ പെട്ടെന്ന് വിഷയം തീർന്നു. അത് ഓടിക്കാൻ ആള് വേണം, ഒരു സംഗതി ചെയ്യാൻ ആള് വേണം. മയത്ത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാം. ചെറിയ വിഷയങ്ങൾ സമൂഹത്തിൽ എന്തൊക്കെ കോലാഹലം കട്ടുകൊണ്ടുണ്ടാക്കി. സത്യത്തിൽ ഒരു പണ്ഡിതൻ ആ വിഷയത്തിൽ പഠിച്ച് പദവ് കൊടുത്ത് അംഗീകരിക്കുന്ന സമൂഹത്തിന്റെ ബാധ്യത. ഒരു പണ്ഡിത പദവിയെ പൊതുജനമധ്യത്തിൽ ചർച്ചയ്ക്കിട്ട് ഭക്ഷണമാക്കിയതാരാ? ഓരോ വിഷയം നോക്കുന്നത് ഈ സമൂഹത്തിന്റെ പെരുന്നാൾ ഉണ്ടാക്കിയതാരാ? ഞാൻ അവരോട് അറിയുന്നതാരാ? ആ പ്രോത്സാഹിപ്പിച്ചു പഠിക്കണം. അത്തരം ആളുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനം നമ്മൾ ചെയ്യാൻ ആരാണെങ്കിലും ശരി. നമ്മുടെ സമൂഹത്തിൽ സമത്വ കേരള ജമീയത്തുലമയും ഈ സമത്വ കേരള ജമീയത്തുലമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പാലക്കാട് കുടുംബവും രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിൽ അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ശരിയല്ലേ? നമ്മുടെ പൂർവിക മഹത്വക്കാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ സമത്വ കേരള ജമീയത്തുലമ ഉത്ബോധനം ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോ മഹാനായ KK അസ്ഹർ മുതൽ നമ്മുടെ കയ്യൂർ ഉസ്താദ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരുടെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? മുസ്ലിം സംഘശക്തിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആ പണ്ഡിത പ്രതികളുടെ സേവന പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇന്നും കേരളത്തിന്റെ പാരമ്പര്യം അതാണ്. പാലക്കാട് സയ്യിദ് കുടുംബവും സുന്നി യുവജന സംഘവും പാലക്കാട് സയ്യിദ് കുടുംബവും സമത്വയും പാലക്കാട് സയ്യിദ് കുടുംബവും വിദ്യാഭ്യാസ സമൂഹവും തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധമറിയാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട്. ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ചില ദുഷ്ടഗതികൾ ശ്രമിക്കുമ്പോ ആ ദുഷ്ടഗതികളെ പൂർണ്ണ സത്യത്തിൽ സമത്വ പിന്നീട് അവർ സമൂഹത്തിൽ പുതിയ പിന്തുണയ്ക്ക് വേണ്ടി അവർ തന്നെ കടമെടുക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടെ സൂചിപ്പിച്ചത്. അത്തരം വ്യാമോഹങ്ങൾ വെച്ചു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപക്വമായ ആ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അപകടമുണ്ടാക്കും. ഒരുപാട് മാറ്റത്തിലുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ദീനിന്റെ ദുശക്തികൾക്ക് അവരെ കടന്നു വരാൻ അവസരം കൊടുത്താൽ നമ്മുടെ പാരമ്പര്യം തകരും. കാരണം മഹാനായ സയ്യിദുൽ ബാപ്പയുടെ ഉത്ബോധന പ്രകാരം വാഴത്തല മുത്തൽമാരും അടക്കമുള്ള മഹത്തുക്കൾ ചെറുതായി തുടങ്ങി 5 രൂപയും 1 രൂപയും സംഭാവന വാങ്ങി തുടങ്ങി. ഇന്ന് 9700 പരമത്തിൽ നിൽക്കുന്ന വലിയ മദ്രസ പ്രസ്ഥാനം നമ്മുടെ കയ്യിലുണ്ട്. 1,00,000 പരം മുഅല്ലിമുകളുടെ വലിയ ബൃഹത്തായ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് തകർച്ച നേരിടുന്ന ഒരു പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ആ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ മാലിന്യത്തിൽ നുഴഞ്ഞു കയറുവാനും അതുവഴി സ്ഥാപനത്തിൽ അവർക്ക് ആധിപത്യം ഉറപ്പിക്കുവാനും പുതിയ ഭിന്നത്തിന്റെ വിഷബീജവുമായി കടന്നു വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള വിവേകശക്തി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ പൂർവീക പാദത്തിന്റെ തുടരുവാൻ ഈ സമൂഹത്തിന് സാധ്യമായ പ്രവർത്തനങ്ങൾ ഉത്ബോധനത്തിലൂടെ നൽകുന്നതിന് വേണ്ടിയാണ് സമത്വ കേരള ജമീയത്തുലമ ഇത്തരം സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാസമ്മേളനം വിജയമാക്കുമ്പോൾ നമ്മുടെ മഹത്തായ സമ്മേളനത്തിലേക്ക് ഉരുതിയെത്തുന്ന ജനസാഗരത്തെ നമ്മുടെ മഹത്തായ ഉത്സാഹമാർ ഉത്ബോധിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഉത്ബോധനം ചൊല്ലിക്കൊണ്ടുകൊണ്ട്
ആലിമീങ്ങളുടെ വാക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിനുള്ളത്. നോർത്ത് ഇന്ത്യയിൽ ഇല്ലാത്തൊരു പാരമ്പര്യം, നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്തൊരു പാരമ്പര്യം എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി? നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ലഭിക്കാത്തൊരു ധന്യമായ പണ്ഡിത നേതൃത്വം നമുക്കുണ്ടായി. ദീനറിഞ്ഞപ്പോൾ ദീനിയായി ചിന്തിക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയി. മതത്തിന് അനുകൂലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവർ പരിപോഷിപ്പിച്ചു. ആ പരിപോഷണം നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. ഒരുപാട് ദീനി സംരംഭങ്ങൾക്ക് അത് ഗുണപരമായി ഭവിച്ചു. ആ ഗുണകരമായ പ്രവർത്തനങ്ങളുടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനത്തിലേക്ക് ജനസമൂഹത്തിന്റെ മനസ്സിനെ ക്ഷണിച്ചുകൊണ്ടാണ് സമത്വ കേരള ജമീയത്തുമായി ഈ സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മുഴുവൻ പിന്തുണയും പ്രചരണ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണമെന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഊർജ്ജത്തിൽ ലഭിക്കുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ലളിതമായ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് നേതാക്കൾ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാനുണ്ട്. എല്ലാവരും സമയം വൈകിയതുകൊണ്ട് എല്ലാ നേതാക്കളും ബഹുമാനപ്പെട്ട സയ്യിദ് ഹാസിം കുഞ്ഞി തങ്ങൾ, ടി ഉമ്മർ ഉസ്താദ്, അതേപോലെ തന്നെ VK അബ്ദുൽ ഖാദർ മൗലവി, മറിയം അബൂബക്കർ ബാക്കറി, മാണിയൂർ അബ്ദുറഹ്മാൻ തൈലി, അബ്ദുൽ സലാം ദാരിമി കണവർക്കൽ, AK കമാൽ ഹാജി, CH അബൂബക്കർ ഹാജി, KK മുഹമ്മദ് സാഹിബ്, ഇവരെല്ലാം ഈ യോഗത്തിലുള്ള ആശംസ അറിയിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാന്യനായ പ്രാർത്ഥനാർത്ഥ സയ്യിദ് അസ്ലം മസൂദ് തങ്ങൾ, ഇവിടെ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ശൈഖന PK ഉസ്താദ്, ഉദ്ഘാടനം ചെയ്ത സയ്യിദ് അബ്ബാസ് ശിഹാബ് തങ്ങൾ, മുഖ്യ പ്രഭാഷണം നടത്തിയ സമസ്തയുടെ കാര്യദർശി ശൈഖുന ശൻഷേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ്, പ്രമേയ പ്രഭാഷണം നടത്തിയ അബ്ദുസ്സമദ് പൂക്കൂട്ടൂർ. ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് എല്ലാവിധ സഹായം ചെയ്തവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ 85ാം വാർഷികത്തോടനുബന്ധിച്ച് സുന്നി യുവജന സംഘം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈവേ മാർച്ച് നടത്തുകയാണ്. എല്ലാവരും മാർച്ചിൽ പങ്കെടുക്കണം. SKSSFന്റെ പ്രതിനിധി സമ്മേളനം 26 ഡിസംബർ നടക്കുകയാണ്. അതേപോലെ തന്നെ ഡിസംബർ 7-ാം തീയതി ആദർശ പഠന കോഴ്സ് നടക്കുകയാണ്. എല്ലാ പരിപാടിയും വൻ വിജയമാക്കണം. ഡിസംബർ 28-ന് ജവഹർ ഓഡിറ്റോറിയത്തിൽ ഖുർആൻ പ്രഭാഷണം ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം. ഇവിടെ പങ്കെടുത്ത എല്ലാ നേതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സലാത്തോടുകൂടി പരിപാടി അവസാനിപ്പിച്ചതായിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.